ശരി, നമ്മുടെ ഇന്നത്തെ ബൈബിൾ ക്ലാസ്സിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കാം. ആ സമയം നിങ്ങളെല്ലാവരും പ്രാർത്ഥിച്ചാലും മറ്റുള്ളവരും മറ്റുള്ളവരും ദയവായി സമയത്ത് തന്നെ പങ്കെടുക്കാനായിട്ട് നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഓർത്താലും കേട്ടോ. ശരി, നമ്മൾ പഠിച്ചു വരുന്ന വിഷയത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കാം. നമ്മൾ പഠിച്ചു വരുന്ന വിഷയം എന്ന് പറയുന്നത് ഏത് വിഷയമാണ്? ദൈവസ്നേഹത്തെക്കുറിച്ചാണ് അല്ലേ. നമ്മൾ സ്നേഹം ജയത്തിൻ്റെ മാർഗം എന്നൊക്കെ നമ്മളതിനെ വിശദീകരണം പറയും. സ്നേഹം ജയത്തിൻ്റെ മാർഗം എന്നൊക്കെ നമ്മൾ ടൈറ്റിൽ അല്ലെങ്കിൽ അതിൻ്റെ സബ്ജക്റ്റിനെ കുറിച്ച് നമ്മൾ പറഞ്ഞിട്ടുണ്ട് അല്ലേ. ദൈവസ്നേഹത്തിൽ എന്ത് ചെയ്യുക, സ്നേഹിക്കാൻ പഠിക്കുക എന്നുള്ള വിഷയത്തെക്കുറിച്ചാണ് നമ്മൾ ക്ലാസ് പഠിച്ചു വരുന്നത് കേട്ടോ. ശരി, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഈ ക്ലാസ് ആരംഭിച്ച് ഞാൻ വിശ്വസിക്കുന്നു ഒത്തിരി കാര്യങ്ങൾ നമുക്ക് മനസ്സിലായിട്ടുണ്ടാകും എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഇന്ന് നമ്മൾ ആ വാക്യം ഒരു വാക്യത്തിൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. 1 യോഹന്നാൻ്റെ ലേഖനം 3-ാം അധ്യായം 21 മുതൽ 23 വരെയുള്ള വാക്യം. 1 യോഹന്നാൻ്റെ ലേഖനം 3-ാം അധ്യായം 21 മുതൽ 23 വരെയുള്ള വാക്യം ഒന്ന് നോക്കി. ഹൃദയം നമ്മെ കുറ്റം വിധിക്കുന്നില്ലെങ്കിൽ നമുക്ക് ദൈവത്തോട് പ്രാഗൽഭ്യമുണ്ട്. അവന്റെ കൽപ്പനകളെ നാം പ്രമാണിച്ച് അവന് പ്രസാദമുള്ളത് ചെയ്യുന്നത് കൊണ്ട് എന്ത് യാചിച്ചാലും അവങ്കിൽ നിന്ന് ലഭിക്കും. അവന്റെ കൽപ്പനയോ അവന്റെ പുത്രനായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ നാം വിശ്വസിക്കുകയും അവൻ നമുക്ക് കൽപ്പന തന്നതുപോലെ അന്യോന്യം സ്നേഹിക്കുകയും വേണം എന്നുള്ളത് തന്നെ. അവന്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നവൻ അവനിലും അവൻ ഇവനിലും വസിക്കുന്നു. അവൻ നമ്മിൽ വസിക്കുന്നു എന്ന് അവൻ നമുക്ക് തന്ന ആത്മാവിനാൽ നാം അറിയുന്നു. ശരി, അപ്പോൾ ഈ വാക്യത്തിൽ നമ്മൾ ദൈവസ്നേഹത്തിൽ നടക്കുന്നതിനെ കുറിച്ച് പ്രധാനമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങളിവിടെ വായിക്കുമ്പോൾ കാണുന്ന ഒരു കാഴ്ചയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കർത്താവിൻ്റെ കൽപ്പന പ്രമാണിച്ചുകൊണ്ട് കർത്താവിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നമുക്ക് മറുപടി ഉണ്ടെന്നാണ് പറയുന്നത് അല്ലേ. കർത്താവിൻ്റെ കൽപ്പന അനുസരിച്ചുകൊണ്ട് നമ്മൾ പ്രാർത്ഥിച്ചാൽ പ്രാർത്ഥിക്കുന്നതിന് മറുപടി ഉണ്ടെന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ കർത്താവിൻ്റെ കൽപ്പന എന്ന് പറയുന്നത് 2 കാര്യങ്ങൾ പ്രധാനമായിട്ട് എടുത്തു പറഞ്ഞു. ഒന്നാമത്തേതെന്ന് പറയുന്നത് കർത്താവായ യേശുക്രിസ്തുവിനെ അറിയുക, യേശുവിനെ കർത്താവ് രക്ഷിതാവുമായി എന്ത് ചെയ്യുക, വിശ്വസിക്കുക. രണ്ടാമത്തേതെന്ന് പറയുന്നത് കർത്താവ് കൽപ്പന തന്നതുപോലെ എന്ത് ചെയ്യുക, തമ്മിൽ സ്നേഹിക്കുക. അപ്പോൾ ആ സ്നേഹത്തിൻ്റെ നിർവ്വഹണം നമ്മൾ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ഇന്നാള് യോഹന്നാൻ 13-ന്റെ 34-35 വാക്യം വായിക്കുമ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കണ്ടു. എന്തുവാണ് യേശു പറയുകയാണ്, ഞാൻ പുതിയൊരു കൽപ്പന നിങ്ങൾക്ക് തരികയാണ്. എന്തുവാണ് ആ കൽപ്പന എന്ന് പറയുന്നത്? ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങൾ എന്ത് ചെയ്യണം, തമ്മിൽ സ്നേഹിക്കണം. അപ്പോൾ അതിൻ്റെ അർത്ഥം യേശുവിൻ്റെ സ്നേഹം പ്രാപിക്കുന്നവരായി, അല്ലെങ്കിൽ യേശുവിൻ്റെ സ്നേഹം നിങ്ങളുടെ ജീവിതത്തിൽ നിറയുമ്പോൾ ആ സ്നേഹം നമ്മെ എന്ത് ചെയ്യും, ദൈവസ്നേഹത്തിൽ നടക്കാൻ നമ്മെ സഹായിക്കും എന്നുള്ളതാണ്. ഹല്ലേലൂയ. അപ്പോൾ അതിനെക്കുറിച്ചാണ് എഴുതിയിരിക്കുന്നത് കേട്ടോ. മനസ്സിലാക്കണം. അപ്പോൾ കർത്താവ് പറഞ്ഞിരിക്കുന്നത് കർത്താവിൻ്റെ കൽപ്പന അനുസരിച്ചാൽ നമ്മുടെ പ്രാർത്ഥനകൾക്ക് എന്തുണ്ടാകും, മറുപടി തടസ്സം കൂടാതെ ഉണ്ടാകും എന്ന് ദൈവവചനത്തിൽ എഴുതിയിരിക്കുന്നു. അപ്പോൾ കർത്താവിൻ്റെ കൽപ്പന പ്രധാനമായിട്ട് ഏതൊക്കെയാണ്? 1, യേശുവിനെ കർത്താവിന് ഇഷ്ടമായി വിശ്വസിക്കുക. 2, കർത്താവ് കൽപ്പന തന്നതുപോലെ നമ്മെ കർത്താവ് സ്നേഹിച്ചതുപോലെ എന്ത് ചെയ്യുക, സ്നേഹിക്കാൻ പഠിക്കുക കേട്ടോ. അപ്പോൾ അതാണ് നമ്മൾ ഈ ദൈവവചനത്തിൻ്റെ അകത്ത് എന്ത് ചെയ്യുന്നത് നമ്മൾ കാണുന്നത്. സ്തോത്രം. ശരി, പിന്നെ സ്നേഹത്തിൻ്റെ നിർവചനത്തെക്കുറിച്ച് നമ്മൾ 1 കൊരിന്ത്യർ 13-ാം അധ്യായത്തിൽ നമ്മൾ നോക്കിയെന്ന് എനിക്ക് തോന്നുന്നത്. 1 കൊരിന്ത്യർ 13-ാം അധ്യായം 1 മുതലുള്ള വാക്യം വായിക്കുമ്പോൾ സ്നേഹത്തിൻ്റെ നിർവചനം അവിടെ കൊടുത്തിരിക്കും. ദൈവസ്നേഹത്തിൻ്റെ നിർവചനം ഒന്ന് വായിച്ചു നോക്കിയാൽ ദൈവസ്നേഹത്തിൻ്റെ നിർവചനം എന്താ അവിടെ കാണാൻ പറ്റും. നോക്കി. ഞാൻ മനുഷ്യരുടെയും ദൂതന്മാരുടെയും ഭാഷകളിൽ സംസാരിച്ചാലും എനിക്ക് സ്നേഹമില്ല എങ്കിൽ ഞാൻ മുഴങ്ങുന്ന ചെമ്പോ ചിലമ്പുന്ന കൈത്താളമോ അത്രേ. എനിക്ക് പ്രവചനവരം ഉണ്ടായിട്ട് സകല മർമ്മങ്ങളും സകല ജ്ഞാനവും ഗ്രഹിച്ചാലും മലകളെ നീക്കുവാൻ തക്ക വിശ്വാസം ഉണ്ടായാലും സ്നേഹമില്ല എങ്കിൽ ഞാൻ ഏതുമില്ല. എനിക്കുള്ളതെല്ലാം അന്നദാനം ചെയ്താലും എന്റെ ശരീരം ചുടുവാൻ ഏൽപ്പിച്ചാലും സ്നേഹമില്ല എങ്കിൽ എനിക്ക് ഒരു പ്രയോജനവുമില്ല. സ്നേഹം ദീർഘമായി ക്ഷമിക്കുകയും ദയ കാണിക്കുകയും ചെയ്യുന്നു. സ്നേഹം സ്പർദ്ധിക്കുന്നില്ല, സ്നേഹം നിഗളിക്കുന്നില്ല, ചീർക്കുന്നില്ല, അയോഗ്യമായി നടക്കുന്നില്ല, സ്വാർത്ഥം അന്വേഷിക്കുന്നില്ല, ദേഷ്യപ്പെടുന്നില്ല, ദോഷം കണക്കിടുന്നില്ല, അനീതിയിൽ സന്തോഷിക്കാതെ സത്യത്തിൽ സന്തോഷിക്കുന്നു,
എല്ലാം പൊറുക്കുന്നു, എല്ലാം വിശ്വസിക്കുന്നു, എല്ലാം പ്രത്യാശിക്കുന്നു, എല്ലാം സഹിക്കുന്നു. സ്നേഹം ഒരു നാളും ഉതിർന്നു പോകയില്ല. ശരി, അപ്പൊ സ്നേഹത്തിന്റെ നിർവചനമാണ് നിങ്ങളിവിടെ വായിച്ചത് അല്ലേ? നിങ്ങൾ ശ്രദ്ധിച്ചോണേ, സ്നേഹത്തിന്റെ നിർവചനത്തെ കുറിച്ച് പറയുമ്പോൾ ഇവിടെ എഴുതിയിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ 4-ാം വാക്യം ഒന്ന് ശ്രദ്ധിക്കുന്ന നല്ലതാണ്. 4-ാം വാക്യത്തിൽ എന്തോ കാണുന്നത്? സ്നേഹം ദീർഘമായി ക്ഷമിക്കുകയും ദയ കാണിക്കുകയും ചെയ്യുന്നു അല്ലെ? അപ്പോൾ ദീർഘമായി ക്ഷമിക്കുക എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഒരാൾ പറയുകയാണ് എന്നോട് ക്ഷമിച്ചാലും എന്ന് പറയുമ്പോൾ നമ്മൾ പറയുകയാണ് എനിക്ക് ക്ഷമിക്കാനൊന്നും പറ്റില്ല എന്ന് പറഞ്ഞ് മാറുന്നെങ്കിൽ അവിടെ എന്ത് ചെയ്യുന്നില്ല? ദൈവസ്നേഹം പ്രവർത്തിക്കുന്നില്ല എന്നുള്ളതാണ് അല്ലെ? ബൈബിളിൽ എനിക്ക് തോന്നുന്നു എഫെസ്യ ലേഖനത്തിൽ ഒരു പ്രധാനപ്പെട്ട ഒരു വാക്യമുണ്ട്, കർത്താവ് ക്രിസ്തുവിൽ നമ്മോട് ക്ഷമിച്ചതുപോലെ നമ്മൾ ക്ഷമിക്കാൻ കർത്താവ് കൽപ്പന തന്നേക്കുക. അപ്പോൾ അതിൻ്റെ അർത്ഥം ദീർഘമായി ക്ഷമിക്കുക എന്നുള്ളത് ദൈവവചനത്തിൻ്റെ കൽപ്പനയാണ്. അപ്പോൾ ക്ഷമിക്കപ്പെടേണ്ടുന്ന മണ്ഡലങ്ങളിൽ എന്ത് ചെയ്യണം? ദൈവസ്നേഹത്താൽ ക്ഷമിക്കാൻ നമുക്ക് കഴിയണം. പിന്നെ ഒരാൾ പറയുകയാണ് എന്നോട് കരുണയുണ്ടാകണം, എന്നോട് ദയവുണ്ടാകണം, എനിക്ക് തെറ്റുപറ്റിപ്പോയി, എന്നോട് എന്ത് ചെയ്യണം? ദയവുണ്ടാകണം, കരുണയുണ്ടാകണം എന്നൊരാൾ പറഞ്ഞാൽ നമ്മൾ വാശി പിടിച്ച് പറയുകയാണ് എനിക്ക് ക്ഷമിക്കാൻ പറ്റില്ല, എന്നെ കൊന്നാലും ഞാൻ എന്ത് ചെയ്യത്തില്ല? ക്ഷമിക്കില്ല, ഞാൻ ദയവ് കാണിക്കില്ല, അലിവ് കാണിക്കില്ല എന്നൊക്കെ വാശി പിടിക്കുന്നെങ്കിൽ അവിടെ എന്ത് വ്യാപരിക്കുന്നില്ല? ദൈവസ്നേഹം വ്യാപരിക്കുന്നില്ലെന്നുള്ളതാണ്. അപ്പോൾ ദൈവസ്നേഹത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യേശുക്രിസ്തുവിൻ്റെ സ്നേഹം നമ്മിൽ നിറഞ്ഞിട്ട് ദൈവം നമ്മെ സ്നേഹിക്കുന്നത് പോലെ നമ്മെ സ്നേഹിക്കാൻ എന്ത് ചെയ്യുന്നു? പ്രേരിപ്പിക്കുന്നു എന്നുള്ളതാണ് കേട്ടോ. ദൈവം നമ്മെ സ്നേഹിക്കുന്നത് പോലെ സ്നേഹിക്കാൻ നമ്മെ എന്ത് ചെയ്യുന്നു? പ്രേരിപ്പിക്കുന്നു. അപ്പൊ ഇത് പ്രേരിപ്പിക്കുന്ന സമയത്തുള്ള പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുകൊണ്ടാണ് കർത്താവിനോട് ചേർന്നിരിക്കുമെന്ന് പറയുന്നത്. അപ്പോൾ ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപക്ഷെ മറ്റൊരു വ്യക്തി എന്നോട് ക്ഷമിക്കണമെന്ന് പറഞ്ഞില്ലെങ്കിൽ കൂടി നമ്മൾ എന്ത് ചെയ്യുന്നു? മനഃപൂർവ്വമായി ക്ഷമിക്കുന്നവർ ആകപ്പെടുന്നു എന്നുള്ളതാണ്. ഹല്ലേലൂയ. പലപ്പോഴും നമ്മൾ ഇങ്ങോട്ട് നമ്മെ സ്നേഹിക്കുന്നില്ല, ക്ഷമിക്കുന്നില്ല എന്ന് വച്ച് പകരത്തിന് പകരം ചെയ്യുന്നവർ നമ്മളാകത്തില്ല. എപ്പോൾ? ദൈവസ്നേഹത്തിൽ നിങ്ങൾ ജീവിക്കാൻ ശീലിക്കുമ്പോൾ, നമ്മുടെ ഓരോ ദിവസവും ദൈവസ്നേഹത്തിൽ തന്നെ മുന്നോട്ട് പോകുമ്പോൾ. മനസ്സിലാകുന്നുണ്ടോ? നമ്മൾ പലപ്പോഴും രാത്രിയിലൊക്കെ അല്ലെ ബൈബിളിൽ അങ്ങനെ വാക്യങ്ങളുണ്ട്, ഞാനിപ്പോൾ അതൊന്നും പറയുന്നില്ല. നമ്മളിപ്പോൾ രാത്രിയിലൊക്കെ ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത് നമ്മൾ പറയാറുണ്ട് യേശു എന്നെ എന്ത് ചെയ്യണമേ? എൻ്റെ ഉള്ളത്തെ നന്നായി ശുദ്ധീകരിക്കണം. എവിടെയെങ്കിലും പിണക്കങ്ങളോ പരാതികളോ പരിഭവങ്ങളോ ഉണ്ടായെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? ക്ഷമ ചോദിക്കാൻ ശ്രമിക്കാറുണ്ട്. കാരണം നമ്മളതിന് പറയുന്നൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപക്ഷെ കർത്താവ് രാത്രി വന്നാൽ അല്ലെ, ഒരുപക്ഷെ കർത്താവ് രാത്രിയിൽ വന്നാൽ ഞാൻ കർത്താവിൻ്റെ അടുക്കൽ പോകുമോ അല്ലെ? അങ്ങനെ ചോദിക്കാറുണ്ട് അല്ലെ. കാരണം ക്ഷമിക്കപ്പെടാത്ത മനോഭാവവുമായി പിന്നെ കർത്താവിൻ്റെ സന്നിധിയിൽ എത്തപ്പെട്ടു പോയാൽ പിന്നെ വന്നൊന്ന് ശരിയാക്കാം, ഒന്ന് സ്നേഹത്തിലൊന്ന് ക്ഷമിക്കാം എന്നുള്ള അവസരം ചിലപ്പോൾ കിട്ടണമെന്നില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ കേട്ടോ, മറന്നു പോരുത്. അപ്പോൾ ദൈവസ്നേഹത്തിൻ്റെ പ്രത്യേകത ദീർഘമായി ക്ഷമിക്കുന്നു, ദയ കാണിക്കുന്നു എന്നുള്ളതാണ്. ആ കാര്യം മറക്കരുത്. ഇനി താഴോട്ട് നിങ്ങൾ നോക്കി, സ്പർദ്ധിക്കുന്നില്ല, നിഗളിക്കുന്നില്ല. സ്പർദ്ധിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെത്താൻ എന്ത് ചെയ്യുന്നില്ല അല്ല, അങ്ങനെ സ്പർദ്ധിക്കുക, നിഗളിക്കുന്നില്ല, ചീർക്കുന്നില്ല എന്നൊക്കെ പറയുന്നത് ഒരുപോലെയുള്ള കാര്യങ്ങളാണ്. എന്ന് പറയുമ്പോൾ സ്വയം എന്ത് ചെയ്യുക? താൻ എന്തോ ആണെന്ന് ചിന്തിക്കുക, അല്ലെങ്കിൽ എന്ത് ചെയ്യുക? നിഗളിക്കുക അല്ലേ? അതും എന്ത് തന്നെയാണ്? സ്വയം ഞാൻ എന്തോ ആണെന്ന ഭാവം കാണിക്കുക. അങ്ങനെയൊന്നും വരാതെ നമ്മെ തന്നെ സൂക്ഷിക്കാൻ ദൈവസ്നേഹം നമ്മെ സഹായിക്കും കേട്ടോ. നമ്മളൊന്നുമല്ല, കർത്താവിൻ്റെ കൃപയാൽ ഞാൻ ആയിരിക്കുന്നു എന്ന് നമുക്ക് ചിന്തിക്കാൻ ദൈവം കൃപ തരുമെന്നുള്ളതാണ് കേട്ടോ. പിന്നെ അടുത്തത് എന്തുവാണ്? അയോഗ്യമായി നടക്കുന്നില്ല, സ്വാർത്ഥം അന്വേഷിക്കുന്നില്ല. അയോഗ്യമായി നടക്കുന്നത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. എന്തുവാണ്? അയോഗ്യമായി നടക്കരുത് എന്ന് നമുക്ക് അറിയാമായിരുന്നിട്ടും അയോഗ്യമായി നടക്കുന്ന ഒരു ജീവിതശൈലി കൊണ്ടുവന്ന അല്ലേ. ചിലപ്പോൾ വീട്ടിലെ അപ്പനും അമ്മയും മക്കളുടെ അടുത്ത് പറയുകയാണ് നീ ആ വഴി പോകരുത്, നീ അത് ചെയ്യരുത് എന്ന് പറയുമ്പോൾ ഒരു യൗവനക്കാരൻ പറയുകയാണ് ഞാൻ എൻ്റെ വാശിയിൽ ഞാൻ എൻ്റെ ഇഷ്ടം തന്നെ ചെയ്യുമെന്ന് വാശി പിടിക്കുന്നെങ്കിൽ ആ വ്യക്തി സ്വയം എന്ത് ചെയ്യുകയാണ്? അയോഗ്യമായി നടക്കുക അല്ലേ. പക്ഷെ ദൈവവചനത്തിൽ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ സ്നേഹം ഒരാളുടെ ഹൃദയത്തിൽ നിറയുമ്പോൾ യോഗ്യമായി നടക്കാൻ ദൈവം നമ്മെ എന്ത് ചെയ്യും? നമ്മെ സഹായിക്കുമെന്നുള്ളതാണ് കേട്ടോ. യോഗ്യമായി നടക്കാൻ നമ്മെ സഹായിക്കും. അപ്പോൾ ദൈവസ്നേഹത്തിൻ്റെ പ്രത്യേകത നമ്മൾ അയോഗ്യമായി നടക്കാതെ വണ്ണം നമ്മെ സൂക്ഷിക്കും അല്ലേ.
സ്വാർത്ഥം അന്വേഷിക്കുന്നില്ല. സ്വാർത്ഥം എന്ന് പറഞ്ഞാൽ എൻ്റെ ഭാഗം തന്നെ ജയിക്കണമെന്ന വാശി ദൈവസ്നേഹത്തിനകത്തില്ല. മനസ്സിലാകുന്നുണ്ട്? നമ്മൾ നമ്മുടെ അഭിപ്രായങ്ങൾ പറയാറുണ്ട്, പക്ഷെ ഞാൻ പറയുന്നത് പോലെ കാര്യങ്ങൾ ചെയ്യപ്പെട്ടേ മതിയാവൂ എന്ന് എന്ത് ചെയ്യത്തില്ല? ദൈവസ്നേഹത്തിൽ നിറയപ്പെട്ടവർ വാശി കാണിക്കത്തില്ല. എൻ്റെ ഭാഗം ജയിച്ചേ പറ്റുമോ എന്ന് നമ്മൾ എന്ത് ചെയ്യത്തില്ല? വാശി കാണിക്കത്തില്ല കേട്ടോ. അപ്പോൾ അത് ദൈവസ്നേഹത്തിൻ്റെ ഒരു പ്രത്യേകതയാണ് അല്ലേ. സ്വാർത്ഥം അന്വേഷിക്കുന്നില്ല. അടുത്ത, ദ്വേഷ്യപ്പെടുന്നില്ല, ദോഷം കണക്കിടുന്നില്ല. അപ്പോൾ ദേഷ്യപ്പെടുന്നില്ല എന്ന് പറയുമ്പോൾ ഈ കാര്യം മനസ്സിലാക്കണം. ബൈബിളിൽ നിങ്ങൾ പല വാക്യങ്ങൾ ചേർത്ത് വെച്ച് നോക്കി വേണം ഈ കാര്യം പഠിക്കാൻ. ദേഷ്യപ്പെടുന്നില്ല എന്ന് പറയുമ്പോൾ ഞാൻ ഒരാളെ വഴക്ക് പറയുന്നത് തെറ്റെന്നല്ല ബൈബിളിൽ പറഞ്ഞിരിക്കുന്നു. ഒരാളുടെ തെറ്റ് നമ്മൾ കാണുമ്പോൾ അതിനെ ചൂണ്ടിക്കാട്ടി ഇത് തെറ്റാണ് എന്ന് പറഞ്ഞ് ഒരുപക്ഷെ അപ്പോൾ ദേഷ്യപ്പെടുക എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം ഇങ്ങനെയാണ്: ഒരാളുടെ നന്മയെ കരുതിയാണോ ഞാൻ ദേഷ്യപ്പെടുന്നു എന്നുള്ള കാര്യം ചിന്തിക്കണം. കാരണം ഞാൻ ഒരാളെ വഴക്ക് പറയുന്നത് അയാളെ തകർക്കണമെന്ന ചിന്തയോടെയാണെങ്കിൽ, മനസ്സിലാകുന്നുണ്ടോ? ദൈവസ്നേഹത്തിൻ്റെ നിർവചനത്തിൻ്റെ ഒരു കാര്യം ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത് എനിക്ക് ചിന്തിക്കുന്നുണ്ട്. അതിൽ പ്രത്യേകിച്ച് പറഞ്ഞൊരു കാര്യമാണ് ദൈവസ്നേഹത്തിൻ്റെ ഒരു നിർവചനം എന്ന് പറയുന്നത് എന്തെന്നറിയാമോ? മറ്റൊരാളുടെ നന്മ ആഗ്രഹിച്ചുകൊണ്ട് അയാളോട് എന്ത് ചെയ്യുക? ഇടപെടുക. മറ്റൊരാളുടെ ഉയർച്ച ആഗ്രഹിക്കുക, മറ്റൊരാളുടെ നന്മ ആഗ്രഹിക്കുക. ഹല്ലേലൂയ. അപ്പം അതാണ് ദൈവസ്നേഹത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഒരാളെ വഴക്ക് പറയുക എന്ന് പറയുമ്പോൾ ബൈബിളിൽ അല്ലെ, ദേഷ്യപ്പെടുക എന്ന് പറയുമ്പോൾ ബൈബിളിൽ പറയുന്നുണ്ട് കോപിച്ചാൽ പാപം ചെയ്യാതെ ഇരിക്കും അല്ലേ. രാത്രി അല്ലെ വൈകുന്നത് മുമ്പ് എന്ത് ചെയ്യുക? നിങ്ങൾ കുറവുകൾ എന്തെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിൻ്റെ ക്ഷമ നിങ്ങൾ ക്രമീകരിക്കുക എന്ന് ബൈബിളിൽ എഴുതിയിട്ടുണ്ട്. പിശാചിന് ഇടം കൊടുക്കരുത് എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഈ ദേഷ്യപ്പെടുക എന്ന് ഞാൻ പറയുമ്പോൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഒരാളുടെ നന്മയെ കരുതി ഒരുപക്ഷെ വഴക്ക് പറഞ്ഞാൽ അത് നന്മയെ കരുതി ആയിരിക്കണം എന്നുള്ള കാര്യം മനസ്സിലാണ്. പിന്നെ അയോഗ്യമായി എന്ത് ചെയ്യാൻ പോകരുത്? ആവശ്യമില്ലാതെ ദേഷ്യപ്പെടാനോ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനോ ശ്രമിക്കരുത്. കാരണം ദൈവമക്കൾ എന്തിനുള്ള ആൾക്കാരാണ്? സമാധാനം ഉണ്ടാക്കേണ്ടവർ. മനസ്സിലാകുന്നു? സമാധാനം ഉണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ. ബാക്കി നിങ്ങൾ പറഞ്ഞ്, സമാധാനം ഉണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തിൻ്റെ പുത്രന്മാരെന്ന് വിളിക്കപ്പെടുമെന്നാണ് ബൈബിളിൽ പറയുന്നത് അല്ലേ. സമാധാനം ഉണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തിൻ്റെ പുത്രന്മാരെന്ന് വിളിക്കും. അപ്പോൾ സമാധാനം ഉണ്ടാക്കാൻ ശ്രമിക്കുക. അപ്പോൾ അവരാണ് ദൈവമക്കൾ. അപ്പോൾ അതുകൊണ്ട് തന്നെ ആവശ്യമില്ലാതെ എന്ത് ചെയ്യാൻ പോരുത്? ദേഷ്യപ്പെടാനോ ഇടപെടാനോ ആവശ്യമില്ലാത്ത രീതിയിലുള്ള ഇടപെടലുകളൊന്നും ചെയ്യാതെ വേണം സൂക്ഷിക്കുക കേട്ടോ. ഇപ്പോൾ ദൈവസ്നേഹത്തിൻ്റെ നിർവചനത്തിൽ എന്തുണ്ട്? ദേഷ്യപ്പെടുന്നില്ല എന്ന് പറയുമ്പോൾ അയോഗ്യമായ ദേഷ്യപ്പെടലുകൾ അതിൻ്റെ നടുവിലില്ല ഒരാളുടെ. അപ്പോൾ ദേഷ്യപ്പെടുന്നില്ല, ദോഷം കണക്കിടുന്നില്ല. ഈ കാര്യം മറന്നു പോകരുത്. ദൈവസ്നേഹത്തിൽ നിങ്ങൾ നിറയുമ്പോൾ ഒരുപക്ഷെ നമുക്കെതിരായി ദോഷം ചെയ്ത വ്യക്തിയോടും നമ്മൾ ഹൃദയത്തിൽ എന്ത് വരത്തില്ല? പകയോ വിദ്വേഷമോ സൂക്ഷിക്കാൻ നമ്മെ അത് അനുവദിക്കത്തില്ല. മനസ്സിലാകും? നമ്മൾ ഹൃദയപൂർവ്വം എന്ത് ചെയ്യുന്നവരാകും? ക്ഷമിക്കുന്നവരാകും കേട്ടോ. ദോഷം കണക്കിടുന്നില്ല. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. ഇനി അനീതിയിൽ സന്തോഷിക്കാതെ സത്യത്തിൽ സന്തോഷിക്കുന്നു, എല്ലാം പൊറുക്കുന്നു, എല്ലാം വിശ്വസിക്കുന്നു, എല്ലാം പ്രത്യാശിക്കുന്നു, എല്ലാം നല്ലത് വരും. ദൈവസ്നേഹത്തിൻ്റെ മുമ്പിൽ ഞാൻ ദൈവസ്നേഹത്തിൽ സ്നേഹിക്കാൻ തീരുമാനിക്കുകയാണ്. ഞാൻ അനീതിയിൽ സന്തോഷിക്കുകയില്ല, സത്യത്തിൽ സന്തോഷിക്കും. ഓക്കെ, ആ കാര്യം മറക്കരുത്. ദൈവസ്നേഹത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അനീതിയിൽ സന്തോഷിക്കില്ല. അപ്പം അനീതി കണ്ടാൽ തെറ്റിനെ ഉണർത്തി കൊടുക്കണം എന്ന ബോധ്യം ഉണ്ടാകുന്നെങ്കിൽ ആ തെറ്റിനെ ബോധ്യപ്പെടുത്തി കൊടുക്കണം. ദൈവസ്നേഹത്തിൽ എന്ത് ചെയ്യണം? പോയി ചെന്ന് നീ പോകുന്ന വഴി തെറ്റാണെന്ന് പറഞ്ഞു കൊടുക്കണം. ഹല്ലേലൂയ, മറന്നു പോരുതേ. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ തെറ്റുകളെ തെറ്റെന്ന് ബോധ്യപ്പെടുത്തി കൊടുക്കുന്നതാണ് ദൈവസ്നേഹത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. അല്ലാതെ തെറ്റിനെ കാണുമ്പോൾ എല്ലാം സ്നേഹത്തിൽ നടക്കണമെന്ന് പറഞ്ഞിട്ട് ആ തെറ്റിലോട്ട് പോട്ടെ, ആ വഴി പോയി എന്ത് ചെയ്യട്ടെ, അവരൊരു പാഠം പഠിച്ചിട്ട് വരട്ടെ എന്നൊന്നും എന്ത് ചെയ്ത് കളയരുത്, മനസ്സിൽ ചിന്തിച്ച് കളയരുത്. നിങ്ങൾ സ്നേഹിക്കുന്നെങ്കിൽ, ദൈവസ്നേഹത്താൽ നിങ്ങൾ ഒരാളെ യഥാർത്ഥത്തിൽ ദൈവസ്നേഹത്താൽ സ്നേഹിക്കുന്നെങ്കിൽ അവരുടെ നന്മ ആഗ്രഹിക്കുക. അപ്പം അതുകൊണ്ട് അനീതി കണ്ടാൽ നിങ്ങൾ എന്ത് ചെയ്യുക? അവരുടെ സ്നേഹത്തിൽ പറഞ്ഞു കൊടുക്കുക, ഇത് വഴി തെറ്റാണെന്ന് പറയുക. മനസ്സിലാവും? അപ്പം അതിന് അനീതിയിൽ സന്തോഷിക്കാതെ സത്യത്തിൽ സന്തോഷിക്കുന്നു, എല്ലാം പൊറുക്കുന്നു, എല്ലാം വിശ്വസിക്കുന്നു, എല്ലാം പ്രത്യാശിക്കുന്നു, നല്ലത് വരും എന്നെന്ത് ചെയ്യുന്നു? പ്രത്യാശിക്കുന്നു, സഹിക്കുന്നു. പിന്നെ ദൈവസ്നേഹത്തിലാണ് നിങ്ങൾ സ്നേഹത്തിൽ നടക്കുന്നതെങ്കിൽ സ്നേഹം ഒരു നാളും ഉതിർന്നു പോകയില്ല എന്ന് ദൈവം പറഞ്ഞിട്ടുണ്ട്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവസ്നേഹത്തെ ഓർത്താണ് നിങ്ങൾ ദൈവസ്നേഹത്തിൽ നടക്കുന്നതെങ്കിൽ നാളെ ഒരു ദിവസം നമുക്ക് തിരിഞ്ഞു നിന്നിട്ട് നോക്കുമ്പോൾ നമുക്ക് പറയാൻ പറ്റും, ഞാൻ ദൈവസ്നേഹത്തിൽ നടന്നത് എനിക്ക് ദോഷമായില്ല, അതിൻ്റെ നന്മയായിരുന്നു എന്ന് പറയാൻ ദൈവം ഇടയാക്കും.
ഹല്ലേലൂയ. ദൈവമിടയാൽ. കാരണം ദൈവസ്നേഹത്തിന്റെ നടുവിൽ ഞാൻ പറഞ്ഞ മനസ്സിലാകണം, ദൈവസ്നേഹത്തിന്റെ നടുവിൽ നിങ്ങൾ കർത്താവിനോട് ചേർന്ന് നിന്നത് കൊണ്ട് തന്നെ മുന്നോട്ട് പോകണം. കർത്താവാണ് ഇതിന്റെ നടുവിൽ നിൽക്കുന്നത്. ദൈവസ്നേഹത്തിൽ നടക്കുമ്പോൾ, ആ രീതിയിൽ നമ്മൾ ഇടപെടുമ്പോൾ കർത്താവ് ഇതിന്റെ നടുവിലുണ്ടെന്ന് നിങ്ങൾ വിശ്വസിച്ചോണം. അപ്പൊ ആ കർത്താവ് എന്ത് ചെയ്യുമെന്നറിയോ? തകരുമെന്ന് വെല്ലുവിളിച്ച മണ്ഡലത്തിൽ, എല്ലാം തീർന്നു എന്ന് പറഞ്ഞ മണ്ഡലത്തിൽ ദൈവം എന്ത് ചെയ്യും? പണിയുന്ന അളവിൽ ജീവിതത്തെ എന്ത് ചെയ്യും? പണിതെടുക്കാൻ ഇടയായി തീരും. ഹല്ലേലൂയ. ആ ദൈവം ചെയ്യും. അതുകൊണ്ടാണ് പറയുന്നത്, സ്നേഹം ഒരു നാളും എന്ത് ചെയ്യത്തില്ല? ഉതിർന്നു പോകുകയില്ല. ഒന്നുകൂടെ ചേർത്ത് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. സ്നേഹം ഉതിർന്നു അല്ലെ, ഒരു നാളും ഉതിർന്നു പോകാൻ ദൈവം എന്ത് ചെയ്യത്തില്ല? അനുവദിക്കയില്ല. ദൈവസ്നേഹത്തിൽ ഞാൻ നടന്നത് എൻ്റെ തിന്മയായി പോയി എന്ന് പറയാനിട വരില്ല. എനിക്ക് നഷ്ടമായി പോയി എന്ന് പറയാനിട വരില്ല. കേട്ടോ, മറന്നു പോരുത്. അപ്പോൾ അതുകൊണ്ട് ദൈവസ്നേഹത്തിൽ നടക്കാൻ ശീലിക്കുക. ഇനി ദൈവസ്നേഹത്തെക്കുറിച്ച് ഞാൻ പറയുമ്പോൾ ഞാൻ ഒരു കാര്യം ദയവായിട്ട് ഉത്സാഹിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മൾ ഓരോരുത്തരും വ്യക്തിപരമായി ദൈവസ്നേഹത്തിൽ നടക്കാൻ തീരുമാനിക്കേണ്ടവരും നടക്കേണ്ടുന്നവരുമാണ്. ആ കാര്യം മറന്നു പോരുത്. പലപ്പോഴും നമ്മൾ ദൈവസ്നേഹത്തിൽ, പ്രത്യേകിച്ച് ദൈവമക്കള് എല്ലാവരും അവരവരെന്ത് ചെയ്യേണ്ടതാണ്? ദൈവസ്നേഹത്തിൽ നടക്കാൻ തീരുമാനിക്കേണ്ടവരാണ്. ദൈവസ്നേഹം നടക്കാൻ എന്ത് ചെയ്യേണ്ടവരാണ്? തീരുമാനിക്കേണ്ടവരാണ്. ഞാൻ ഈ മുന്നോട്ട് നിങ്ങളടുത്ത് ദൈവവചനം നിങ്ങളോട് ഷെയർ ചെയ്യുമ്പോൾ അതിനോട് സംബന്ധിച്ച കുറേ കാര്യങ്ങൾ എനിക്ക് പറയേണ്ടതായിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ ഈ കാര്യം മനസ്സിലാക്കുക. ഓരോരുത്തരും, നമ്മൾ പലപ്പോഴും നമുക്കത് പ്രതീക്ഷിക്കാൻ പറ്റിയെന്ന് വരത്തില്ല. പലപ്പോഴും ദൈവമക്കളെന്ന് പറയുന്നവർ ഒരു പക്ഷേ, നമ്മൾ ഇടപെടുന്ന ആൾക്കാർ ഒരു പക്ഷേ, നമ്മൾ ദൈവസ്നേഹത്തിൽ സ്നേഹിക്കുന്നു, ക്ഷമിക്കുന്നു, ദൈവസ്നേഹത്തിൽ നടക്കുന്നു എന്ന് പറഞ്ഞ് മറ്റൊരാൾ ഒരു പക്ഷേ അതുപോലെ തിരിച്ച് പ്രതികരിക്കണമെന്നില്ല. അപ്പം അതുകൊണ്ട് നമ്മളിപ്പോൾ ദൈവവചനം പഠിക്കുന്ന നമ്മൾ ഓരോരുത്തർ, അത് മാത്രമല്ല ഇനി ബൈബിൾ ക്ലാസ് ആർക്കൊക്കെ പ്രയോജനപ്പെടുമോ അവരെല്ലാവരും മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ എന്തുവാണ്? അവരവർ എന്ത് ചെയ്യുക? ഈ ദൈവസ്നേഹത്തെ ഉള്ളങ്ങളിൽ വളർത്തുക. ദൈവത്തിൻ്റെ സ്നേഹം നമ്മൾ നിറയപ്പെട്ടവരായി ആ സ്നേഹത്തിൽ നടക്കാൻ ശീലിക്കുക. ഹല്ലേലൂയ. കേട്ടോ, അപ്പം അത് എന്ത് ചെയ്യുമെന്നറിയോ? അത് ശക്തമായ ഒരു മാറ്റം നമ്മുടെ സമൂഹത്തിൻ്റെ നടുവിൽ കൊണ്ടുവരുമെന്നുള്ളതാണ്. ദൈവസ്നേഹം ശക്തമായ മാറ്റം എന്ത് ചെയ്യും? സമൂഹത്തിൽ കൊണ്ടുവരും. ദൈവത്തിന് സ്തോത്രം. കേട്ടോ, മറന്നു വരുന്നത്. ഇനി ബൈബിളിൽ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ ഒരു പദമുണ്ട്. ഗ്രീക്കിൽ സ്നേഹത്തിൻ്റെ നിർവചനമെന്ന് ഞാൻ പറഞ്ഞപ്പോൾ ഇതിൽ ഒരു കാര്യം, ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്. ഗ്രീക്കിൻ്റെ ഗ്രീക്കിൽ 4 വാക്കുകൾ ഉള്ളതായിട്ട് ഞാൻ കാണാനിടയായി. 4 വാക്കുകളുണ്ട്. ഒന്നാമത്തേന്ന് പറയുന്നത് സ്റ്റോർഗേ എന്നൊരു പദമുണ്ട്. സ്റ്റോർഗേ. സ്നേഹമെന്ന ആ വാക്കിൻ്റെ നിർവചനങ്ങളാണ്. സ്നേഹമെന്ന ആ പദത്തിന് ഉപയോഗിച്ചിരിക്കുന്നതായ ഗ്രീക്കിലെ വാക്കുകൾ, വ്യത്യസ്തമായ സ്നേഹങ്ങൾക്ക് വ്യത്യസ്തമായ വാക്കുകളാണ് ഗ്രീക്കിൽ ഉപയോഗിച്ചിരിക്കുന്നത്. അതിൽ ഒരു വാക്കെന്ന് പറയുന്നത് സ്റ്റോർഗേ എന്നാണ് പറയുന്നത്. സ്റ്റോർഗേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സഹോദര സ്നേഹമാണ്, രക്തബന്ധത്തിൻ്റെ സ്നേഹം എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. സ്റ്റോർഗേ, സഹോദര സ്നേഹം. ഇറോസ്, പിന്നെ ഞാൻ അന്ന് പറഞ്ഞു ഇറോസ് എന്ന് പറഞ്ഞു. സ്റ്റോർഗേ കഴിഞ്ഞ അടുത്ത എന്തുവാണ്? ഇറോസ് എന്ന് പറഞ്ഞാൽ ജഡീക സ്നേഹം. ഓക്കെ, ജഡീകമായ സ്നേഹം. മൂന്നാമത്തെ എന്ന് പറഞ്ഞാൽ എന്തുവാണ്? ഫിലയോ എന്ന് പറഞ്ഞാൽ എന്തുവാണ്? ഫിലയോയാണ് യഥാർത്ഥത്തിൽ. ഫിലയോ എന്ന് പറഞ്ഞാൽ സുഹൃത്ത് ബന്ധത്തിൻ്റെ സ്നേഹം. ഫിലയോ എന്ന് പറഞ്ഞാൽ ഫ്രണ്ട്ഷിപ്പ് ലവ് ആണ്. സുഹൃത്ത് ബന്ധം അല്ലെങ്കിൽ സ്നേഹിതൻ എന്ന കാര്യം അതിൽ നിന്നാണ് വരുന്നത്. സ്നേഹിതരോടുള്ള സ്നേഹം, സുഹൃത്ത് ബന്ധത്തിൻ്റെ സ്നേഹം എന്ന് പറയുന്നതാണ് ഫിലയോ. പിന്നെ അടുത്ത സ്നേഹത്തിനോട് വേറൊരു വാക്കാണ് അഗാപ്പെ. അപ്പോൾ ദൈവസ്നേഹത്തിന് എപ്പോഴും പറയുന്ന വാക്കെന്താണ്? ഗ്രീക്കിലെ വാക്കെന്ന് പറയുന്നത് അഗാപ്പയാണ്. മറന്നു വരുന്നത്. അഗാപ്പയാണ്
ദൈവസ്നേഹത്തിന്. അപ്പോൾ ദൈവത്തിൻ്റെ സ്നേഹം നമുക്ക് നൽകപ്പെട്ട പരിശുദ്ധാത്മാവിനെ നമ്മുടെ ഹൃദയങ്ങൾ പകർന്നിരിക്കുന്നു എന്നൊക്കെ പറയുന്ന ആ ദൈവസ്നേഹം എന്ന വാക്കിന് ഉപയോഗിക്കുന്ന ഏതാണ്? അഗാപ്പെ എന്ന വാക്കാണ് കേട്ടോ. ഹല്ലേലൂയ. അപ്പോൾ അതുപോലെ ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നവർ നിങ്ങൾ തമ്മിൽ സ്നേഹിക്കണം. അവിടെയൊക്കെ ആ സ്നേഹം എന്ന വാക്ക് വരുമ്പോൾ ഉപയോഗിക്കുന്ന വാക്ക്, പ്രധാനപ്പെട്ട വാക്കെന്ന് പറയുന്നത് അഗാപ്പയാണ്. അഗാപ്പെ, ദൈവസ്നേഹം എന്ന് നിർവചിക്കാൻ വേണ്ടിയാണ്. ഹല്ലേലൂയ, മറന്നു പോരുതേ. ശരി, ഇനി നമ്മൾ സ്നേഹത്തിൻ്റെ വലയങ്ങളെക്കുറിച്ച്, നമ്മുടെ ജീവിതത്തിൽ സ്നേഹത്തിൻ്റെ വലയങ്ങളെക്കുറിച്ച് കുറച്ച് പറഞ്ഞതിന് ശേഷം, വലയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സർക്കിൾ എന്ന് വേണമെങ്കിൽ പറയാം. സർക്കിൾ നമുക്ക് വേണമെങ്കിൽ യഥാർത്ഥത്തിലൊന്ന് ഒരു ബോർഡ് ഉണ്ടായിരുന്നെങ്കിൽ ബോർഡിൽ വരച്ച് കാണിച്ചാൽ എന്തുവാണ്? നമ്മോട് ചേർന്ന് നിൽക്കുന്ന ആൾക്കാരുണ്ട്, അല്പം അകന്ന് നിൽക്കുന്ന ആൾക്കാരുണ്ട്, കുറെ കൂടെ അകലെ നിൽക്കേണ്ടതും നിർത്തേണ്ടതുമായ ആൾക്കാരുണ്ട്, പിന്നെ അങ്ങ് ദൂരോട്ട് നമ്മൾ കാണുന്നതായ സർക്കിളുണ്ട്. ഇപ്പോൾ യേശുവിന് തന്നെ ഒത്തിരി ശിഷ്യന്മാരുണ്ടായിരുന്നു. യേശു കർത്താവ് തൻ്റെ ശുശ്രൂഷയിൽ എന്ത് ചെയ്തു? ഒത്തിരി ശിഷ്യന്മാരെ വാർത്തെടുത്തു എന്ന് ബൈബിളിൽ കാണുന്നുണ്ട് അല്ലേ. യെരുശലേമിൽ അനവധി ശിഷ്യന്മാർ അവിടെ വന്നുകൂടിയതായൊക്കെ ബൈബിളിൽ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഈ അനവധി ശിഷ്യന്മാർ യേശുവിന് ഉണ്ടായിരുന്നെങ്കിലും പിന്നെ അടുത്തതായി നമ്മൾ കാണുന്നതെന്ന് പറഞ്ഞാൽ ഒരു 70 പേർ അല്ലേ. യേശു 70 പേരെ എന്ത് ചെയ്തു? തിരഞ്ഞെടുത്തു. ഇതിൻ്റെ നടുവിൽ നിന്ന് ഒരു 70 പേരെ തിരഞ്ഞെടുത്തു. അത് അടുത്ത സർക്കിളാണ്. അടുത്ത ഒരു വലയത്തിൻ്റെ അകത്ത് നിങ്ങൾക്ക് ആരെ ചേർക്കാം? ഈ 70 പേരെ ചേർക്കാം. അതിൽ നിന്ന് എത്ര പേരെ തിരഞ്ഞെടുത്തു? 12 പേരെ തിരഞ്ഞെടുത്തു. 12 പേര്. അപ്പോൾ 12 പേര് കുറെ കൂടെ തന്നോട് അടുത്തിരിക്കുന്നവരാണ്. അവരെ 12 പേരെ അപ്പോസ്തലന്മാരെന്ന് കർത്താവ് തിരഞ്ഞെടുത്തു. തന്നോട് കൂടെ ഇരിക്കേണ്ടതിനും പ്രസംഗിക്കേണ്ടതിന് അയക്കാനും അല്ലെ, ശുശ്രൂഷകൾ ചെയ്യാനും 12 പേരെ കർത്താവ് തിരഞ്ഞെടുത്തു. ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക്? ഈ 12 പേരുടെ അകത്ത് നിന്ന് യേശു 3 പേരെ തിരഞ്ഞെടുത്തു. എന്തിനു വേണ്ടിയാണ്? തന്നോട് തൻ്റെ ഹൃദയം ഷെയർ ചെയ്യാൻ, തന്നോട് വളരെ ക്ലോസായി നിർത്താൻ 3 പേരെ തിരഞ്ഞെടുത്തു. യേശുവിനോട് കൂടെ യേശു തിരഞ്ഞെടുത്ത് എപ്പോഴും കൂടെ കൊണ്ട് നടക്കുന്ന ഏറ്റവും ക്ലോസ് ആക്കി നിർത്തിയ 3 പേരാരാണ്? നിങ്ങൾ പറഞ്ഞ് 3 പേര് ആരെങ്കിലും അറിയാമോ? ഒരാളുടെ പേര് ആരെങ്കിലും ഒരാൾ പറഞ്ഞേ. ഈ 3 പേരിൽ ഒരാൾ പത്രോസ്, യാക്കോബ്, യോഹന. ശരി, അറിയാം. പത്രോസ്, യാക്കോബ്, യോഹന. അവരെ 3 പേരെ എന്ത് ചെയ്തു? കുറെ കൂടെ ക്ലോസ് ആയി കർത്താവ് നിർത്തി അല്ലേ. പക്ഷെ തൻ്റെ ഉള്ളം ദൈവത്തോടാണ്. പക്ഷെ ആ ക്ലോസ് സർക്കിള് വരുന്നത് നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോൾ ബൈബിളിലും അതിനെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കി തരുന്നുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് മനസ്സിലാക്കിയതിന് ശേഷം നമുക്ക് കൂടുതൽ എന്ത് ചെയ്യാം? ദൈവസ്നേഹത്തെക്കുറിച്ച് കൂടുതൽ നിർവചനങ്ങൾ നമുക്ക് പഠിക്കാം കേട്ടോ. അപ്പം ഇതിൽ നമ്മൾ ഫിലിപ്പി ലേഖനം 1-ാം അധ്യായം 9 മുതൽ 11 വരെയുള്ള വാക്യം വായിക്കുമ്പോൾ, ഫിലിപ്പി ലേഖനം 1-ാം അധ്യായം 9 മുതൽ 11 വരെയുള്ള വാക്യം വായിക്കുമ്പോൾ ഒന്ന് വായിച്ചു നോക്കി. ഫിലിപ്പിയർ 1-ന്റെ 9 മുതൽ 11 വരെ. നിങ്ങളുടെ സ്നേഹം മേൽക്കുമേൽ പരിജ്ഞാനത്തിലും സകല വിവേകത്തിലും വർദ്ധിച്ചു വന്നിട്ട് നിങ്ങൾ ഭേദാഭേദങ്ങളെ വിവേചിപ്പാറാകണമെന്നും ക്രിസ്തുവിന്റെ നാളിലേക്ക് നിർമ്മലന്മാരും ഇടർച്ചയില്ലാത്തവരും ദൈവത്തിന്റെ മഹത്വത്തിനും പുകഴ്ചയ്ക്കുമായിട്ട് യേശു ക്രിസ്തുവിനാൽ നീതിപരം നിറഞ്ഞവരുമായി തീരണം എന്നും ഞാൻ പ്രാർത്ഥിക്കുന്നു. ശരി, ഇവിടെ ഇപ്പൊ ദൈവസ്നേഹത്തെ കുറിച്ച് പറയുമ്പോൾ ഇതില് ഫിലിപ്പിയ സഭയോട് പൗലോസ് ലേഖനം എഴുതുമ്പോൾ പറയുകയാണ്, എന്നോട് പറഞ്ഞിരിക്കുന്നത്, നിങ്ങളുടെ സ്നേഹം മേൽക്കുമേൽ എങ്ങനെ വർദ്ധിച്ചു വരാനാ പറയുന്നത്? പരിജ്ഞാനത്തിലും സകല വിവേകത്തിലും വർദ്ധിച്ചു വരട്ടെ. എന്ന് വെച്ചാൽ ക്രിസ്തുവിന് അതിൻ്റെ അറിവിൽ എന്ത് ചെയ്യട്ടെ? നിങ്ങൾക്ക് വർദ്ധിച്ചു വരട്ടെ. പക്ഷെ അതേസമയം വന്നിട്ട് എന്ത് ചെയ്യണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്? നിങ്ങൾ ഭേദാഭേദങ്ങളെ വിവേചിപ്പാറാകണമെന്നും ക്രിസ്തുവിൻ്റെ നാളിലേക്കും നിർമ്മലന്മാരും ഇടർച്ചയില്ലാത്തവരും ദൈവത്തിൻ്റെ മഹത്വത്തിനും പുകഴ്ചയ്ക്കുമായിട്ട് യേശു ക്രിസ്തുവിനാൽ നീതി ഫലം നിറഞ്ഞവരുമായി തീരണമെന്ന് ഞാൻ എന്ത് ചെയ്യുകയാണ്? പ്രാർത്ഥിക്കുകയാണ്. അപ്പം ഇതിൽ ദൈവസ്നേഹത്തിന് എന്തിനാണ് ഭേദാഭേദങ്ങളെ വിവേചിക്കാറാകണം എന്ന് ബൈബിളിൽ എഴുതിയിരിക്കുന്നതിൻ്റെ കാര്യം? അത് നമ്മൾ സ്നേഹത്തിൻ്റെ സർക്കിളുമായി ബന്ധപ്പെട്ട ഒന്നാണ് കേട്ടോ. എന്തുകൊണ്ടാണ് ഭേദാഭേദങ്ങളെ വിവേചിപ്പാറാകണം? നിങ്ങൾ വിവേചിക്കണമെന്ന് പറയുന്നതിൻ്റെ കാര്യം ഇതാണ്, വിവേചിക്കണം. അത് ഈ സ്നേഹത്തിൻ്റെ സർക്കിൾ നമുക്ക് കാണിച്ചു തരുന്ന ഒന്നാണ്. സ്നേഹത്തിൻ്റെ ആ വലയം നമുക്ക് മനസ്സിലാക്കി തരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ,
അപ്പൊ ഇതില് ദൈവസ്നേഹത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അവരവർ എന്ത് ചെയ്യേണ്ടതാണെന്ന് ഞാൻ പറഞ്ഞ് ദൈവസ്നേഹത്തിൽ നടക്കാൻ ശീലിക്കുക. പക്ഷെ അതേസമയം നമുക്കറിയാം നമ്മുടെ സമൂഹത്തിൽ നമ്മൾ ചുറ്റും കാണുമ്പോൾ കണ്ണോട്ടിക്കുമ്പോൾ സ്നേഹിക്കുന്നു എന്ന് പറയുന്നവർ ഒരുപക്ഷെ എന്ത് ചെയ്യാം, യഥാർത്ഥമായി സ്നേഹിക്കാത്തവരുണ്ടാകാം. മനസ്സിലാകും? അപ്പോ അവരെ വെറുക്കാൻ ബൈബിളിൽ പറഞ്ഞിട്ടില്ല. നിങ്ങളുടെ ഉള്ളം കൊണ്ട് അവരെ വെറുക്കേണ്ട ആവശ്യമില്ല. പക്ഷെ അവർക്ക് വേണ്ടി എന്ത് ചെയ്യുക, അങ്ങനെയുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. എന്തിനു വേണ്ടിയാണ്? അവരുടെ ഉള്ളം നമ്മളുള്ള ബന്ധത്തിൽ ദൈവസ്നേഹത്തിൽ സ്നേഹിക്കുമാറ് പണിയപ്പെടാൻ വേണ്ടി എന്ത് ചെയ്യുക, പ്രാർത്ഥിക്കുക. അല്ലേ? അല്ലാതെ അവര് ഉള്ളം ഇങ്ങനെയാണെന്ന് പറഞ്ഞ് നമ്മൾ അതിനെ കഠിനമാക്കി വളർത്തിയെടുക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ ഉള്ളത്തിൽ എന്ത് ചെയ്യരുത്, പക വിദ്വേഷം വളർത്തിയെടുക്കാൻ പാടുള്ളവരല്ല. ഹല്ലേലൂയ. അപ്പോൾ ഇതിൽ മനസ്സിലാക്കേണ്ടുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അപ്പം അതുകൊണ്ട് തന്നെ ഈ സ്നേഹത്തിൻ്റെ വലയം നമ്മളിൽ കാണുമ്പോൾ, സ്നേഹത്തിൻ്റെ ആ കാര്യത്തെക്കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ, അപ്പോൾ സ്നേഹത്തിൽ എന്തുണ്ടെന്ന് ഞാൻ പറഞ്ഞേക്കുന്നത്, ഭേദങ്ങളെ നമ്മൾ വിവേചിക്കുന്നവരാകണമെന്നും അവിടെ ഒരു മുന്നറിയിപ്പ് ദൈവം തന്നിട്ടുണ്ട്. കാരണം ക്രിസ്തുവിൻ്റെ നാളിൽ നമുക്ക് എങ്ങനെ നിൽക്കേണ്ടവരാണ്? നിർമ്മലന്മാരായി നമ്മെ തന്നെ നിർത്തേണ്ടവരാണ്. നമ്മെ തന്നെ നിർത്താൻ താല്പര്യമുള്ളവരായിരിക്കണം. അപ്പം അതിന് നമ്മൾ എന്ത് ചെയ്യണം? ഒരുപക്ഷെ വിവേചിച്ചറിയേണ്ട മേഖലകൾ ഉണ്ടാകാം. ഹല്ലേലൂയ. അതുകൊണ്ട് തന്നെ അത് ദൈവത്തിൻ്റെ വചനത്തിൽ നമ്മോട് കൽപ്പിച്ചിരിക്കുന്ന ഒരു കാര്യമാണ് കേട്ടോ. അപ്പോൾ ബൈബിളിൽ ഈ സ്നേഹത്തിൻ്റെ വിഷയത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ ബൈബിളിൽ നമ്മൾ കാണുന്ന ഒരു കാഴ്ച പറഞ്ഞാൽ, ഒന്നാമത്തേത് നമ്മൾ ലോകത്തിലെ മനുഷ്യരെ എങ്ങനെ കാണണം എന്ന് വെച്ചാൽ, യേശു കർത്താവിൻ്റെ രക്ഷിതാവായി സ്വീകരിക്കാത്ത ലോക മനുഷ്യരെ നമ്മൾ എങ്ങനെ കാണണം എന്ന് ബൈബിളിൽ എഴുതിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ പൊതുവിൽ മറ്റുള്ളവരെ കാണുമ്പോൾ നമ്മൾ എങ്ങനെ ആയിരിക്കണം, എങ്ങനെയാണ് അവരോട് ഇടപെടേണ്ടത്? ഓക്കെ. ബൈബിളിൽ 1-2 വാക്യങ്ങൾ ഞാനത് കാണിച്ചു തരാൻ വേണ്ടി ഒന്ന് കാണിച്ചു തരാം. നിങ്ങൾ നോക്കാമല്ലോ അല്ലേ, പഠിക്കാമല്ലോ. മത്തായി 5-ാം അധ്യായം 43 മുതൽ 48 വരെ വായിക്കുമ്പോൾ, മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 43 മുതൽ 48 വരെ ഒന്ന് നോക്കി. മത്തായി 5-ന്റെ 43 മുതൽ 48 വരെ. ഹല്ലേലൂയ. കൂട്ടുകാരനെ സ്നേഹിക്ക എന്നും ശത്രുവിനെ പകയ്ക്ക എന്നും അരുളി ചെയ്തത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. ഞാനോ നിങ്ങളോട് പറയുന്നത്, നിങ്ങളുടെ ശത്രുക്കളെ സ്നേഹിപ്പീൻ, നിങ്ങളെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പീൻ. സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവിന് പുത്രന്മാരായി തീരേണ്ടതിന് തന്നെ അവൻ ദുഷ്ടന്മാരുടെ മേലും നല്ലവരുടെ മേലും തന്റെ സൂര്യനെ ഉദിപ്പിക്കുകയും നീതിമാന്മാരുടെ മേലും നീതി കെട്ടവരുടെ മേലും മഴ പെയ്യുകയും ചെയ്യുന്നുവല്ലോ. നിങ്ങളെ സ്നേഹിക്കുന്നവരെ സ്നേഹിച്ചാൽ നിങ്ങൾക്ക് എന്ത് പ്രതിഫലം? ചുങ്കക്കാരും അങ്ങനെ തന്നെ ചെയ്യുന്നില്ലയോ? സഹോദരന്മാരെ മാത്രം വന്ദനം ചെയ്താൽ നിങ്ങൾ എന്ത് വിശേഷം ചെയ്യുന്നു? ജാതികളും അങ്ങനെ തന്നെ ചെയ്യുന്നില്ലയോ? ആകയാൽ നിങ്ങളുടെ സ്വർഗീയ പിതാവ് സൽഗുണപൂർണൻ ആയിരിക്കുന്നത് പോലെ നിങ്ങളും സൽഗുണപൂർണനാകുവീൻ. ശരി. അപ്പൊ ഈ വാക്യത്തിനകത്ത് നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ലോകത്തിലെ ദൈവമക്കളല്ലാത്തവരെ കാണുമ്പോൾ നമ്മൾ ദൈവസ്നേഹത്താൽ എന്ത് ചെയ്യുക, അവരെ സ്നേഹിക്കുക. കാരണം അവരും രക്ഷിക്കപ്പെടേണ്ട ഒരു ആത്മാവുള്ളവരാണ് അല്ലേ. അവർക്കും ഉള്ളിൻ്റെ ഉള്ളിൽ എന്തുണ്ട്, ഒരു നല്ല മനസാക്ഷി ഉള്ളവരുമാണ്. മനസ്സിലാ, മനസാക്ഷി എന്നുള്ളത് എല്ലാവരുടെയും ഉള്ളത്തിലുമുണ്ട്. എല്ലാവരുടെ ഉള്ളിലും രക്ഷിക്കപ്പെടേണ്ടുന്ന ഒരു ആത്മാവ് അവരുടെ ഉള്ളത്തിലുണ്ട്. അവരുടെ ആത്മാവ് രക്ഷിക്കപ്പെടേണ്ടതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ യേശു കർത്താവിൻ്റെ കണ്ണിലൂടെ നമ്മൾ എന്ത് ചെയ്യുക, ലോകത്തെ കാണുക. മനസ്സിലാകുന്നത്? അവർ രക്ഷിക്കപ്പെടാൻ വേണ്ടി പ്രാർത്ഥിക്കുക. അവരെന്ത് ചെയ്യുക, കർത്താവിൻ്റെ സ്നേഹത്തെ അനുഭവിക്കാൻ വേണ്ടി എന്ത് ചെയ്യുക, പ്രാർത്ഥിക്കുക. പിന്നെ അവിടെ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ശത്രുക്കളായി ആരെയും കാണരുതെന്നുള്ളൊരു മനോഭാവമുണ്ട്. കാരണം ഒരാൾ നമ്മെ ശത്രുവായിട്ട് വിചാരിച്ചാലും നമ്മൾ എന്ത് ചെയ്യാനാ പറയുന്നത്, ശത്രുക്കളെ ദൈവസ്നേഹത്താൽ സ്നേഹിപ്പീൻ, അടുത്ത് സ്നേഹിപ്പീൻ. നമ്മെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി, അവർക്ക് വേണ്ടി എന്ത് ചെയ്യാനാ പറയുന്നത്, പ്രാർത്ഥിപ്പീൻ. ആ കാര്യം മറന്നു പോരുത്. അവര് നമ്മൾ പ്രാർത്ഥിക്കേണ്ട നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ദൈവം പറഞ്ഞേക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ അവർക്ക് വേണ്ടി എന്ത് ചെയ്യുന്നവരാണ്, പ്രാർത്ഥിക്കുന്നവരാണ്. എന്തിനു വേണ്ടിയാണ്? യേശുവിൻ്റെ സ്നേഹത്തെ അനുഭവിച്ചറിയേണ്ടത്, അവർ യഥാർത്ഥമായ രക്ഷയുടെ സന്തോഷം പ്രാപിക്കേണ്ടതിന്
പ്രാർത്ഥിക്കാനാണ് ബൈബിളിൽ എന്ത് ചെയ്തിരിക്കുന്നത് പറഞ്ഞേക്കുന്നത് കേട്ടോ. അപ്പം അതുകൊണ്ട് ഇപ്പം ഈ കാര്യത്തിൽ നമുക്ക് മനസ്സിലാകാൻ വരുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ദൈവസ്നേഹത്താൽ എന്ത് ചെയ്യുക, സകല മനുഷ്യരെയും എന്ത് ചെയ്യുക, സ്നേഹിക്കുക എന്നുള്ളത് കർത്താവിൻ്റെ കൽപ്പനയാണ്. അതുപോലെ തന്നെ ശത്രുവിന് എന്ത് ചെയ്യുക, ശത്രുവായിട്ട് ആരെയും കാണരുത്. നമ്മെ ശത്രുവായിട്ട് ചിന്തിക്കുന്ന ആളിനെ പോലും എന്ത് ചെയ്യുക, സ്നേഹിക്കുക. അവർക്ക് നന്മ ചെയ്യാൻ അവസരം കിട്ടുമ്പോഴൊക്കെ അവർക്ക് നന്മ ചെയ്യുക. യഥാർത്ഥത്തിൽ നമ്മോട് പകയുള്ള ഒരു വ്യക്തിയോട് നമ്മൾ തിരികെ നന്മ കാണിക്കുമ്പോൾ അവരുടെ ഉള്ളിൽ ഒരു മാറ്റം ഉണ്ടാവുകയാണ്. ഞാൻ പറഞ്ഞത് മനസ്സിലാവുന്നുണ്ടോ? നമ്മോട് പകരം ചെയ്ത വ്യക്തിക്ക് വേണ്ടി നമ്മൾ ദോഷം പകരം ചെയ്യാതെ, ദോഷം ചെയ്യാൻ അവസരം കിട്ടുമ്പോഴും ദോഷം ചെയ്യാൻ നമ്മൾ ശ്രമിക്കാതെ ദൈവസ്നേഹത്താൽ അവനൊരു നന്മ ചെയ്യുമ്പോൾ ആ വ്യക്തിക്കും എന്തുണ്ടാകും, ഈ ദൈവസ്നേഹത്തിൽ പണിയപ്പെടണമെന്നൊരു ആഗ്രഹം അയാളുടെ ജീവിതത്തിൽ ഉണ്ടാകും. കഠിന ഹൃദയങ്ങൾ മാറി ഒരു അലിവുള്ള ഒരു ഹൃദയം എനിക്കും ഉണ്ടാകണമെന്ന ഒരു താല്പര്യം അയാളുടെ ഉള്ളിലുണ്ടാകും കേട്ടോ, മറന്നു പോരുത്. അപ്പം അത് കർത്താവിൻ്റെ ആലോചനയാണ് അല്ലേ. ഇപ്പോൾ ലോകമനുഷ്യർ ഇടപെടുമ്പോൾ അങ്ങനെ ചെയ്യാൻ കർത്താവ് പറഞ്ഞു. കാരണം സ്വർഗീയ പിതാവ് സൽഗുണപൂർണ്ണരായി നിങ്ങൾ സൽഗുണപൂർണ്ണരാകുവീൻ എന്ന് കർത്താവ് പറയാനിടയായി. പക്ഷേ ഇനി അടുത്ത് ശ്രദ്ധിച്ചോണേ, നമ്മൾ പൊതുവിൽ ലോകമനുഷ്യരെ കാണുമ്പോൾ അടുത്ത ബൈബിളിൽ നമുക്ക് നൽകുന്ന മുന്നറിയിപ്പ് എന്ന് പറഞ്ഞ് അടുത്ത വചനം എന്ന് പറഞ്ഞാൽ 2 കൊരിന്ത്യർ 6-ാം അധ്യായം 14 മുതൽ 18 വരെയുള്ള വാക്യം. 2 കൊരിന്ത്യർ 6-ന്റെ 14 മുതൽ 18 വരെ ഒന്ന് വായിച്ചു നോക്കി. 2 കൊരിന്ത്യർ 6-ന്റെ 14 മുതൽ 18 വരെ. നിങ്ങൾ അവിശ്വാസികളോട് ഇണയില്ലാ പിണ കൂടരുത്. നീതിക്കും അധർമ്മത്തിനും തമ്മിൽ എന്തൊരു ചേർച്ച, വെളിച്ചത്തിന് ഇരുളിനോട് എന്തൊരു കൂട്ടായ്മ, ക്രിസ്തുവിനും ബിലയാമിനും തമ്മിൽ എന്ത് പൊരുത്തം, അല്ല വിശ്വാസിക്ക് അവിശ്വാസിയുമായി എന്ത് ഓഹരി, ദൈവാലയത്തിന് വിഗ്രഹങ്ങളോട് എന്ത് യോഗ്യത. നാം ജീവനുള്ള ദൈവത്തിന്റെ ആലയമല്ലോ. ഞാൻ അവരിൽ വസിക്കുകയും അവരുടെ ഇടയിൽ നടക്കുകയും ചെയ്യും. ഞാൻ അവർക്ക് ദൈവവും അവർ എനിക്ക് ജനവും ആകും എന്ന് ദൈവം അരുളി ചെയ്തിരിക്കുന്നുവല്ലോ. അതുകൊണ്ട് അവരുടെ നടുവിൽ നിന്ന് പുറപ്പെട്ട് വേർപെട്ടിരിക്കുകയും എന്ന് കർത്താവ് അരുളി ചെയ്യുന്നു. അശുദ്ധമായതൊന്നും തുടരുത്. എന്നാൽ ഞാൻ നിങ്ങളെ കൈക്കൊണ്ട് നിങ്ങൾക്ക് പിതാവും നിങ്ങൾ എനിക്ക് പുത്രന്മാരും പുത്രിമാരും ആയിരിക്കും എന്ന് സർവശക്തനായ കർത്താവ് അരുളി ചെയ്യുന്നു. ശരി. അപ്പോൾ ദൈവസ്നേഹത്തെ കുറിച്ച് പഠിക്കുമ്പോൾ മനസ്സിലാക്കേണ്ട അടുത്തൊരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, ദൈവസ്നേഹത്തിൽ സ്നേഹിക്കണം എന്ന് പറഞ്ഞതുകൊണ്ട് നമ്മൾ അവിശ്വാസികളുടെ അഴുക്കുകളുമായി ഇണയില്ലാപ്പിണ കൂടാനാണ് പാടില്ല അല്ലേ. അവരോടൊത്ത് അവരോട് കൂടെ അവർ ചെയ്യുന്ന എല്ലാ തിന്മയ്ക്കും അത് തെറ്റാണെന്ന് മനസ്സിലാക്കുന്ന സമയത്ത് അതിനോട് ചേർന്ന് ലയിച്ച് അവരെയും സന്തോഷിപ്പിക്കണമല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്നത് യഥാർത്ഥ ദൈവസ്നേഹമല്ല. ഇപ്പം ദൈവസ്നേഹം എന്ന് പറഞ്ഞാൽ എന്തല്ല എന്ന ഒരു മുന്നറിയിപ്പ് ഈ വാക്യത്തിൽ നമുക്ക് നൽകുന്നുണ്ട്. പിന്നെ 1-2 വാക്യങ്ങൾ ഞാൻ വായിക്കുന്നുണ്ട്, അതിലൊക്കെ ഉണ്ട് ദൈവസ്നേഹം എന്ന് പറഞ്ഞാൽ എന്തല്ല, എന്താണ്, എന്തല്ല. ഇപ്പം എന്തല്ല എന്ന് പറയുന്നതിലുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് എന്തെന്ന് പറഞ്ഞിരിക്കുന്നത്, അവിശ്വാസിയോട് എന്ത് ചെയ്യരുത്, ഇണയില്ലാപ്പിണ കൂടരുത്. യഥാർത്ഥത്തിൽ ഇണയില്ലാപ്പിണ കൂടരുത് എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് വിവാഹത്തിൻ്റെ വിഷയത്തെക്കുറിച്ചും പറയാറുണ്ട് അല്ലേ. വിവാഹത്തിൽ എന്താണ് അവിശ്വാസിയെ കല്യാണം കഴിക്കുന്നത് ജീവിതത്തിൽ നല്ലതായിരിക്കില്ല എന്ന് പറയുന്നതിൻ്റെ കാരണമുണ്ട്. കാരണം നമുക്ക് ബൈബിളിൽ അറിയാം, ദൈവത്തിൻ്റെ വലിയ കൃപയും അനുഗ്രഹവും പ്രാപിച്ച ഒരു വ്യക്തിയാണ് ആരെന്ന് പറയുന്നത്, ശലോമോൻ എന്ന് പറയുന്നത്. ശലോമോൻ ദൈവത്തിൻ്റെ കൃപയും ഗിഫ്റ്റ് പ്രാപിച്ച ആളാണ്. ഗിഫ്റ്റ് എന്ന് പറഞ്ഞാൽ വിസ്ഡം അല്ലെ, ജ്ഞാനം പ്രാപിച്ച വ്യക്തിയാണ്, ദൈവിക ജ്ഞാനം പ്രാപിച്ച വ്യക്തിയാണ് ആരെന്ന് പറയുന്നത്, ശലോമോൻ എന്ന് പറയുന്നത്. ശലോമോന് ദൈവികമായ ജ്ഞാനം ഉണ്ടായിരുന്നു. ആ ജ്ഞാനം ഉപയോഗിച്ച് തൻ്റെ രാജ്യത്തിൽ താൻ ശ്രേഷ്ഠനായി തീർന്നു. സകലത്തെയും തൻ്റെ ജ്ഞാനം ഉപയോഗിച്ച് താൻ പണിതു. ആൾക്കാർ പോലും രാജ്യങ്ങളിൽ നിന്ന് തൻ്റെ ഈ ജ്ഞാനം ദൈവം ശലോമോന്റെ ഉള്ളിൽ കൊടുക്കുന്ന ജ്ഞാനം കേൾക്കാൻ വേണ്ടി ദൂരദേശങ്ങളിൽ നിന്ന് വരെ ആൾക്കാർ എന്ത് ചെയ്തു, വന്ന് തൻ്റെ വായിൽ നിന്നുള്ള വാക്കുകളെ കേൾക്കാൻ വേണ്ടി വന്നിരുന്നു എന്നുള്ളതാണ്. മനസ്സിലാവുന്നുണ്ട്. പക്ഷേ ഈ മനുഷ്യൻ ജീവിതത്തിൽ തകർന്നു പോയി. തൻ്റെ ജീവിതത്തിൻ്റെ അവസാന കാലഘട്ടങ്ങളിലേക്ക് വന്നപ്പോൾ തൻ്റെ ജീവിതം തകരാനുള്ള കാരണമെന്ന് പറയുന്നത് താൻ അന്യജാതിക്കാരായ വ്യക്തികൾ എന്ത് ചെയ്തതുകൊണ്ടാണ്, വിവാഹം കഴിച്ചതുകൊണ്ടാണ്. അയൽ രാജ്യങ്ങളിലുള്ള അന്യജാതിക്കാരായ വ്യക്തികൾ, വിഗ്രഹത്തെ ആരാധിക്കുന്ന വ്യക്തികളുമായി വിവാഹ ബന്ധത്തിൽ ഏർപ്പെട്ടപ്പോൾ എന്ത് പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ
ആ ശലോമോൻ പ്രായമായപ്പോൾ എന്ത് പറ്റിയെന്ന് അവിടെ പറഞ്ഞിരിക്കുന്നത് ബൈബിൾ എഴുതിയിട്ടുണ്ട്. എന്തുവാണ്? ആ ഭാര്യമാര് അവരെ എന്ത് ചെയ്തു? അയാളുടെ ഹൃദയത്തെ എന്ത് ചെയ്തു? വിഗ്രഹ ആരാധനയിലേക്ക് വശീകരിച്ചു. ഈ ശലോമോൻ ചെയ്ത ഒരു ഈ സ്ത്രീകള് ശലോമോനെ കൊണ്ട് ചെയ്യിച്ച വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അവർക്ക് ഇഷ്ടമുള്ള വിഗ്രഹ ദൈവങ്ങളുടെ ക്ഷേത്രങ്ങൾ ശലോമോനെ കൊണ്ട് ഉണ്ടാക്കിച്ചു. മനസ്സിലാകുന്നുണ്ട്? അവസാനം എന്ത് പറ്റിയെന്നറിയോ? ദൈവത്തിൻ്റെ അനുഗ്രഹം ശലോമോന്റെ മേൽ നിന്ന് മാറിപ്പോയി. ദൈവം ഉദ്ദേശിച്ച ദൈവത്തിൻ്റെ പദ്ധതികളെല്ലാം ദൈവം വലിയൊരു കാഴ്ചപ്പാട് ശലോമോനെ കുറിച്ച് കണ്ടിരുന്നു. പക്ഷെ അതിൽ നിന്ന് ശലോമോൻ എന്ത് ചെയ്തു പോയി? വ്യതിചലിക്കപ്പെട്ടുപോയി. എന്തുകൊണ്ടാ? ഇണയില്ലാ പിണ കൂടിയതാ. ഹല്ലേലൂയ. അപ്പം അതുകൊണ്ട് ദൈവമക്കൾ ദയവായി എന്ത് ചെയ്യുക? ഇണയില്ലാ പിണ കൂടാതെ വണ്ണം നിങ്ങളെ തന്നെ എന്ത് ചെയ്യുക? സൂക്ഷിക്കുക. അല്ലെ, നമ്മൾ പൊതുവിൽ എല്ലാ യൗവനക്കാർക്കൊക്കെ അത് പറഞ്ഞു കൊടുക്കുന്നത് വളരെ നല്ലതാണ്, അല്ലേ? അപ്പോൾ ദൈവസ്നേഹത്തെ നടക്കുക എന്ന് പറയുമ്പോൾ നിങ്ങൾ ഒരിക്കലും ചിന്തിച്ചു പോകരുത് അവിശ്വാസികളായിട്ട് എല്ലാം സപ്പോർട്ടീവായിട്ട് കൂടെ വന്ന് അവരിവരും പറയുന്നതെല്ലാം കേട്ട് അവരുടെ താളത്തിനൊത്തും കൂടെ തുള്ളാന്ന് പറഞ്ഞുകൊണ്ടാണ് പോകുന്നതെങ്കിൽ ഒരു പക്ഷേ എന്ത് ചെയ്യും? നിശ്ചയമായി നിങ്ങളുടെ ജീവിതത്തിൽ മുന്നോട്ട് പോകുക, ദൈവകൃപയിൽ മുന്നോട്ട് പോകുന്നതിൽ നിന്ന് നിങ്ങളെ തടസ്സപ്പെടുത്തി അത് നിങ്ങൾക്ക് ദുഃഖകരമാണെന്ന് പിൽക്കാലത്ത് മനസ്സിലാക്കാനിടയാകും കേട്ടോ. പക്ഷെ ദൈവകൃപയിൽ മുന്നോട്ട് പോയാൽ നിങ്ങൾക്ക് എന്തുണ്ടാകും? ദൈവത്തിൻ്റെ അനുഗ്രഹം. അപ്പോൾ ദൈവസ്നേഹത്തിൽ നടക്കുക എന്ന് പറഞ്ഞാൽ എന്തല്ല? അവിശ്വാസികളുടെ ഇടയില്ല പിണ കൂടുക എന്നല്ല അതിൻ്റെ അർത്ഥം. ആ കാര്യം മറന്നു പോകരുത്. ലോകത്തിൽ ഇന്ന് അല്ലേ, ഒട്ടനവധിയായ ലോകമനുഷ്യര് ജനങ്ങളെ രസിപ്പിക്കുന്ന, അല്ലെ, ചിരിപ്പിക്കുന്ന, നല്ല മനോഹരമെന്ന് ചിന്തിപ്പിക്കുന്നതായ ഒത്തിരി കാര്യങ്ങൾ ലോകമനുഷ്യർ എന്ത് ചെയ്തിട്ടുണ്ട്? പൊതുവിൽ സമൂഹത്തിൽ നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. പൊതുവിൽ ഇങ്ങനെ ആൾക്കാരുടെ മുമ്പിൽ അതിനെ കൊണ്ടിടാൻ വേണ്ടി, അതിലേക്ക് നയിക്കാൻ വേണ്ടിയുള്ള പ്രേരണയും പ്രോത്സാഹനവും കൊടുക്കുന്നവരെ, പൈസ കൊടുത്തവരെ ആക്കി എന്ത് ചെയ്യുന്നുണ്ട്? പ്രേരിപ്പിക്കുന്നുണ്ട്. അപ്പം ഇതിൻ്റെയൊക്കെ നടുവിൽ ദൈവമക്കൾ നടക്കുന്ന സമയത്ത് മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, എന്ത് അരുത് എന്ത് ആകാമെന്ന് ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ച് നിങ്ങൾക്ക് ദൈവം നൽകിയിരിക്കുന്ന പരിജ്ഞാനവും വിവേകവും ഉപയോഗിച്ചും ദൈവം നൽകിയിരിക്കുന്ന ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ വഴിനടത്തൽ അനുസരിച്ചും എന്ത് ചെയ്യുക? ശ്രദ്ധയോടെ മുന്നോട്ട് പോയാൽ. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം കേട്ടോ. മറന്നു പോരുത്. അടുത്തിനെ ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. ഒരു പാട്ടിന് 2 വരികൾ സമയം ഒത്തിരി പോയല്ലേ. ഒരു 2 വാക്യം കൂടെ ഒന്ന് നോക്കി. 2 യോഹന്നാൻ 1:7 മുതൽ 11 വരെയുള്ള വാക്യം. 2 യോഹന്നാൻ 1:7 മുതൽ 11 വരെയുള്ള വാക്യത്തിൽ അവിടെയും ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. ഒന്ന് വായിച്ചു നോക്കി. യേശുക്രിസ്തുവിനെ ജഡത്തിൽ വന്നവൻ എന്ന് സ്വീകരിക്കാത്ത വഞ്ചകന്മാർ പലരും ലോകത്തിലേക്ക് പുറപ്പെട്ടിരിക്കുന്നുവല്ലോ. വഞ്ചകനും എതിർ ക്രിസ്തുവും ഇങ്ങനെയുള്ളവൻ ആകുന്നു. ഞങ്ങളുടെ പ്രയത്നഫലം കളയാതെ പൂർണ്ണ പ്രതിഫലം പ്രാപിക്കേണ്ടതിന് സൂക്ഷിച്ചുകൊള്ളി. ക്രിസ്തുവിന്റെ ഉപദേശത്തിൽ നിലനിൽക്കാതെ അതിർ കടന്നു പോകുന്ന ഒരുത്തനും ദൈവമില്ല. ഉപദേശത്തിൽ നിലനിൽക്കുന്നവനോ പിതാവും പുത്രനും ഉണ്ട്. ഒരുത്തൻ ഈ ഉപദേശവും കൊണ്ടല്ലാതെ നിങ്ങളുടെ അടുക്കൽ വന്നു എങ്കിൽ അവനെ വീട്ടിൽ കൈക്കൊള്ളരുത്. അവന് കുശലം പറയുകയും അരുത്. അവന് കുശലം പറയുന്നവൻ അവന്റെ ദുഷ്പ്രവർത്തികൾക്ക് കൂട്ടാളികളല്ലോ. ശരി. അപ്പൊ ഇവിടെ മനസ്സിലാക്കി തരുന്ന ഒരു കാര്യം എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. യേശുവിനെ ജഡത്തിൽ വന്നു എന്ന് വിശ്വസിക്കാത്തവനിൽ എന്തില്ല? ദൈവമില്ല. പിതാവിന്റെയും പുത്രന്റെയും സ്നേഹം അവന്റെ ഉള്ളത്തിലില്ല എന്നൊക്കെയുള്ള കാര്യം പറഞ്ഞതിന് ശേഷം പറയുകയാണ്, ഇങ്ങനെയുള്ള വ്യക്തി ഇങ്ങനെ പറഞ്ഞുകൊണ്ട് വരുന്ന, കുശലം പറഞ്ഞുകൊണ്ട് വരുന്നവരെ എന്ത് ചെയ്ത് വീട്ടിൽ ക്ഷണിക്കരുത്. അപ്പോൾ ഇതിൽ മനസ്സിലാക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതെല്ലാം നിങ്ങൾ വിവേചിച്ചറിയേണ്ട കാര്യമാണ്. ശ്രദ്ധിച്ചോളൂ, വിവേചിച്ച് തീരുമാനിക്കേണ്ട കാര്യം. നിങ്ങൾക്കൊരു കാര്യത്തിൽ പ്രാഗൽഭ്യത്തോടെ ഉത്തരം പറയാൻ നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ ദയവായി എന്ത് ചെയ്യുന്നതാണ് നല്ലത്? ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യുന്നതാണ് നല്ലത്. ചില മേഖലകൾ ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യേണ്ട മേഖല. ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അകറ്റി നിർത്തിയിടുക, ജസ്റ്റ് ഒരു ഗ്യാപ്പ് ഇടുക. ദൈവസ്നേഹത്തിൽ സ്നേഹിക്കുന്നില്ലെന്ന് വെച്ചാൽ സ്നേഹിക്കുന്നു, ക്ഷമിച്ചിട്ടില്ലേന്ന് ചോദിച്ചാൽ ക്ഷമിക്കുന്നു. പക്ഷേ നിങ്ങൾക്ക് യോജിച്ചു പോകാൻ പറ്റാത്ത മണ്ഡലങ്ങളുള്ള മേഖലകളിൽ എന്ത് ചെയ്യുക? ഒരു ചെറിയൊരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യുന്നത് നല്ലതാണ്. മനസ്സിലാകുന്നുണ്ടോ? അത് നിങ്ങൾ ശ്രദ്ധയോടെ മുന്നോട്ട് പോകുമ്പോൾ അത് ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ തന്നെയാണ് കേട്ടോ. അപ്പോൾ അതിൽ
നമുക്ക് ഒരു വ്യക്തിയെ പറഞ്ഞ് മനസ്സിലാക്കാൻ, ഒരു തെറ്റായ ഒരു ഉപദേശം കൊണ്ട് വന്നാൽ അത് നമുക്ക് പറയാനുള്ള പ്രാപ്തി ഇല്ലെങ്കിൽ എന്ത് ചെയ്യാൻ പോകരുത്, കൂടെ വിളിച്ച് കുശലം പറയാനോ അയാളെ പ്രോത്സാഹിപ്പിക്കാനോ വാക്കുകൊണ്ടൊരു എന്തുവാണ് ഫ്രണ്ട്ഷിപ്പ് മെനയാം, നല്ല രസമായിരിക്കും അല്ലേ, കൂട്ടായ്മ നല്ല രസമായിരിക്കും എന്ന് പറഞ്ഞ് ഒരു കൂട്ടായ്മ ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കാൻ പോകരുതെന്നാണ് ബൈബിൾ എഴുതിയിരിക്കുന്നത്. പിന്നെ എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം, ദൈവവചനം വായിച്ച് പഠിച്ച് നമ്മൾ ദൈവവചനം നമ്മെ എന്ത് ചെയ്യുമെന്നറിയോ, സത്യത്തിൻ്റെ വഴിയെക്കുറിച്ച് ബോധവാന്മാരാക്കി തരും അല്ലേ. നമ്മൾ ഫിലിപ്പി ലേഖനത്തിൽ നമ്മൾ വായിച്ചത് കണ്ടു, എന്തുവാണ്, പരിജ്ഞാനത്തിലും വിവേകത്തിലും നമ്മൾ എന്ത് ചെയ്യാനാണ് പറയുന്നത്, വർദ്ധിച്ചു വരാൻ. ദൈവസ്നേഹത്തിൽ എന്ത് ചെയ്യണം, പരിജ്ഞാനത്തിലും വിവേകത്തിലും വർദ്ധിച്ചു വരാനാണ് പറയുന്നത്. അപ്പോൾ ആ ദൈവവചന സത്യങ്ങൾ നിങ്ങൾ വളരുമ്പോൾ അത് നമ്മെ എന്ത് ചെയ്യും, ശരിയായതേതെന്ന ബോധ്യം നമുക്ക് തരും. അതേസമയം നമുക്ക് നൽകിയ പരിശുദ്ധാത്മാവ് നമ്മെ എന്ത് ചെയ്യും, ദൈവസ്നേഹത്തിൽ നടക്കാനും എവിടെ ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യണം, എവിടെ യഥാർത്ഥത്തിൽ നിങ്ങൾ ഹൃദയപൂർവ്വം സ്നേഹിക്കാൻ കഴിയും, എവിടെയൊക്കെ അതിനെ ശരിയായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുമെന്നുള്ള പരിജ്ഞാനം പരിശുദ്ധാത്മാവ് നൽകാൻ ഇടയായിത്തീരും. സന്തോഷമുണ്ടോ? ദൈവത്തിന് സ്തോത്രം. അപ്പം ശരി, ഇപ്പോൾ ലോകത്തിലെ മനുഷ്യരാണ് ഫസ്റ്റ് നമ്മൾ കാണുന്ന വരുന്നത്. അത് നമ്മൾ ഒരല്പം അകറ്റിയാണ് നിർത്തിയിരിക്കുന്നത്. കൂടുതൽ നമ്മോട് സ്വാധീനം ചെലുത്താൻ നമ്മൾ എന്ത് ചെയ്യുന്നില്ല, അനുവദിക്കുന്നില്ല എന്നുള്ളതാണ്. വേഗത്തിൽ നോക്കിയോ 2-3 കാര്യം കൂടെ പറഞ്ഞതിന് ശേഷം നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം കേട്ടോ. ഹല്ലേലൂയ. ഞാനിപ്പോൾ പാടിയൊക്കെ ഒരു ആരാധന വെച്ചതന്നെ, കാരണം ഒരു പാടി ഇപ്പോൾ ആരാധിച്ചതന്നെ. പക്ഷെ നമ്മൾ ഇപ്പോഴാണ് പെട്ടെന്ന് ടൈം നോക്കിയപ്പോൾ ഇപ്പോൾ തന്നെ 3:15 കഴിഞ്ഞു. ശരി, എന്നാലും വേഗത്തിൽ നമുക്ക് അടുത്ത ഒരു 1-2 കാര്യങ്ങളും കൂടെ, നമ്മുടെ ആ സ്നേഹത്തിൻ്റെ ഒരു സർക്കിൾ അല്ലെങ്കിൽ വലയം എന്ന് പറയുന്നത് നമ്മളെ ചുറ്റിലും നമ്മൾ നിർത്തിയിരിക്കുന്നതായ മണ്ഡലത്തിൽ അല്പം അകറ്റി നിർത്തിയിരിക്കുന്നതും എന്നാൽ ദൈവസ്നേഹത്തിൽ തന്നെ സ്നേഹിക്കുന്നതും ശ്രദ്ധിക്കുകയും പരിജ്ഞാനത്തിലും വിവേകത്തിലും വിവേചിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന മണ്ഡലമാണ് ലോകത്തിലെ മനുഷ്യരോടുള്ള ഇടപെടലുകൾ നമ്മൾ ചെയ്യുന്നത് കേട്ടോ. പക്ഷെ അതിന് രണ്ടാമത്തെ അടുത്ത് നിൽക്കുന്ന അടുത്ത മണ്ഡലം എന്ന് പറയുന്നത് രക്തബന്ധത്തിൻ്റെ സ്നേഹമാണ്. രക്തബന്ധത്തിൻ്റെ സ്നേഹമാണ് അടുത്ത ഒരു വലയത്തിൽ നിൽക്കുന്നത് അല്ലെ. പക്ഷെ ഇതിൽ രക്തബന്ധത്തിൻ്റെ സ്നേഹം എന്നല്ല എൻ്റെ അർത്ഥം. ക്രിസ്തുവിൽ സഹോദരന്മാരും സഹോദരിമാരും എന്നതുപോലെ എന്ത് ചെയ്യുക, സ്നേഹിക്കുക. ക്രിസ്തുവിൽ ശ്രദ്ധിച്ചാൽ എന്താണ്, ക്രിസ്തുവിൽ രക്ഷിക്കപ്പെട്ട ദൈവമക്കൾ. അവരടുത്ത സർക്കിളിലാണ് നമുക്ക് ചുറ്റിലും വരുന്നത്. എന്തുകൊണ്ട് രക്ഷിക്കപ്പെട്ട ദൈവമക്കൾ. ഞാനിവിടെ എഴുതിയിരിക്കുന്ന ഹെഡിങ്ങിലുള്ള ഒരു വാക്യം ഇങ്ങനെ എന്നെ ട്രാൻസ്ലേറ്റ് ചെയ്ത് വായിച്ചപ്പോഴാണ് ഞാൻ പറഞ്ഞ പദത്തിൽ എന്തുവാണ് സഹോദര രക്തബന്ധത്തിൻ്റെ സ്നേഹം എന്ന് പറഞ്ഞു പോയ കേട്ടോ, സോറി. പക്ഷെ അവിടെ എന്താ ഞാൻ പറയാൻ ഉദ്ദേശിച്ച്, ദൈവമക്കൾ അത് അടുത്ത സർക്കിളിലാണ് വരുന്നത്. അത് കുറച്ചുകൂടെ നമ്മോട് അടുത്ത് നിൽക്കുന്ന വ്യക്തികളാണ്. അപ്പോൾ അതിൻ്റെ നടുവിൽ നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യമുണ്ട്, ദൈവമക്കൾ എല്ലാവരും നമ്മുടെ ആരാണ്, ക്രിസ്തുവിൽ സഹോദരന്മാരും സഹോദരിമാരും അപ്പന്മാരും അമ്മമാരെയും പോലെയാണ് നമ്മുടെ ഹൃദയത്തിൽ നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മുടെ കൺമുമ്പിൽ നമ്മൾ കാണുന്നത് കേട്ടോ, മറന്നു പോരുത്. അതിന് ബൈബിളിൽ 1 തിമോഥെയോസ് 5 അപ്പോൾ ഇതിൽ വളരെ ശ്രദ്ധേയമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ രക്തബന്ധത്തിൻ്റെ സ്നേഹത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, നമ്മൾ കുറെ കൂടെ അടുത്ത് മറ്റുള്ളവരെക്കാളും നമ്മൾ കുറെ കൂടെ അടുത്ത് എന്ത് ചെയ്യാറുണ്ട്, നമ്മൾ അവരോട് ഇടപെടാറുണ്ട് അല്ലേ. രക്തബന്ധത്തിൻ്റെ സ്നേഹത്തിൻ്റെ പ്രത്യേകത. പക്ഷെ നമ്മളിൽ ക്രിസ്തുവിൽ സഹോദരന്മാരും സഹോദരിമാരും ആയവരെന്ന് നമ്മൾ പറയുമ്പോൾ, ക്രിസ്തുവിൽ സഹോദരന്മാരും സഹോദരിമാരുമായെന്ന് പറയുമ്പോൾ നമുക്ക് ഒരുപക്ഷെ ഒരു പരിചയമില്ലാത്ത ആൾ നമ്മുടെ ആരായി മാറുകയാണ്. നമ്മുടെ ഒരു പരിചയമില്ലാത്ത ആള് ക്രിസ്തുവിൽ നമ്മുടെ ആരാകുകയാണ്, സഹോദരന്മാരും സഹോദരിമാരും ആയി മാറുകയാണെന്നുള്ളതാണ്. ഹല്ലേലൂയ. അപ്പോൾ അതെന്ന് പറഞ്ഞാൽ ആ ദൈവസ്നേഹത്തിൽ നിന്നാണ് അത് പുറപ്പെടുന്നത്. മനസ്സിലായി? ദൈവസ്നേഹത്തിലാണ് നമ്മൾ എന്താകുന്നത്, സഹോദര സ്നേഹം പോലെ നമ്മൾ എന്ത് ചെയ്യുക, ക്രിസ്തുവിൽ സ്നേഹിക്കാൻ നമ്മൾ പഠിക്കുന്നത് കേട്ടോ. അതുകൊണ്ടാണ് ബൈബിളിൽ നമ്മൾ ലേഖനങ്ങളൊക്കെ വായിക്കുമ്പോൾ നമ്മൾ കാണുന്നത് എന്തുവാണ്, സഹോദരന്മാർക്ക് എഴുതുന്നത് അല്ലെ എന്നൊക്കെ പറഞ്ഞ് എടുത്തെടുത്ത് പറയുന്നത് നിങ്ങൾ കാണാനായി കഴിയും. ശരി, 1 തിമോഥെയോസ് 5:1-2 വാക്യം വേഗത്തിൽ വായിച്ചു. 1 തിമോഥെയോസ് 5:1-2. മൂത്തവനെ ഭത്സിക്കാതെ അപ്പനെ പോലെയും ഇളയവരെ സഹോദരന്മാരെ പോലെയും മൂത്ത സ്ത്രീകളെ അമ്മമാരെ പോലെയും ഇളയ സ്ത്രീകളെ പൂർണ്ണ നിർമ്മലതയോടെ സഹോദരികളെ പോലെയും പ്രബോധിപ്പിക്കുക. ശരി, അങ്ങനെ അപ്പൊ അതൊരു സർക്കിളാണ്. നമ്മൾ ചുറ്റിലും കുറച്ചുകൂടെ ലോകമനുഷ്യരെ നമ്മൾ കുറച്ച് ഡിസ്റ്റൻസ് ഇട്ട് നമ്മൾ കീപ്പ് ചെയ്യുമ്പോൾ, പക്ഷെ ദൈവസ്നേഹത്തെ നമ്മൾ സ്നേഹിക്കുന്നു. നമ്മോട് കുറച്ചുകൂടെ അടുത്ത് നിൽക്കുന്നവരാണ് ആരെന്ന് പറയുന്നത്,
ദൈവ മക്കൾ എന്ന് പറയുന്നത് കേട്ടോ. ആ കാര്യം മറന്നു പോരുത്. ഇനി ദൈവമക്കളുടെ ഇടയിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന ഏറ്റവും വിലപ്പെട്ട അടുത്ത ആൾക്കാരാണ് ആരെന്ന് പറയുന്നത്? ദൈവികമായി നമുക്ക് നൽകപ്പെടുന്ന, ക്രിസ്തുവിൽ നമുക്ക് നൽകപ്പെടുന്ന സുഹൃത്ത് ബന്ധങ്ങൾ എന്ന് പറയുന്നത്. നല്ല സുഹൃത്ത് ബന്ധങ്ങൾ എന്ന് വെച്ചാൽ നമ്മൾ ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന സ്നേഹിതർ, നമ്മുടെ നന്മ ആഗ്രഹിക്കുന്ന സ്നേഹിതർ. അത് ദൈവമക്കളുടെ ഇടയിൽ നിന്നാണ് നമ്മൾ എടുക്കേണ്ടത്. ഏറ്റവും അടുത്ത് ക്ലോസായി നിർത്തേണ്ടത് ആരെയാണ്? നമ്മൾ സ്നേഹിതൻ എന്ന് നമ്മൾ പറയുകയും നമ്മൾ വിശ്വസിച്ച് ഓരോ കാര്യങ്ങൾ പറയുകയും ചെയ്യുന്നത്, നമ്മൾ ഒരാളുടെ ആലോചന ചോദിക്കുന്നത്, എൻ്റെ സ്നേഹിതനാണ്, എനിക്ക് സ്നേഹിതൻ നല്ലത് പറഞ്ഞു തരും എന്നൊക്കെ പറഞ്ഞ് നമ്മൾ വിശ്വസിച്ച് കാര്യങ്ങൾ ചോദിക്കുന്നതും പറയുന്നതും ആരുടെ ഇടയിൽ നിന്നെടുത്ത ദൈവമക്കളായിരിക്കണം? നമ്മുടെ ഹൃദയത്തിൽ ദൈവാത്മാവ് ബോധ്യം തരുന്നവരും, ദൈവാത്മാവിൽ നമുക്ക് ദൈവം ബോധ്യം നൽകുന്നവരും, ദൈവവചനത്തിൽ നിൽക്കുന്നു എന്ന് തോന്നുന്നതായ നല്ല സുഹൃത്തുക്കളിൽ നിന്നായിരിക്കണം നിങ്ങൾ നല്ലതായ എന്തുണ്ടാകേണ്ട ആ നല്ല ഫ്രണ്ട്ഷിപ്പ് നിങ്ങൾക്ക് ഉണ്ടാകും. അവരിൽ നിന്ന് മാത്രമേ എന്ത് ചെയ്യാവൂ? ആലോചനകൾ കേൾക്കാൻ ശ്രമിക്കാവൂ കേട്ടോ. ഞാൻ ഈ പറയുന്ന കാര്യം മറന്നു പോരുത്. ബൈബിളിൽ നിങ്ങൾ ഇതിൽ പക്ഷെ സുഹൃത്ത് ബന്ധത്തിൽ അല്ലെങ്കിൽ സ്നേഹിത ബന്ധത്തിൽ ഒരു വിഷയമുണ്ട്. ഒരു പക്ഷെ ചിലപ്പോൾ എന്തുണ്ടാകാം? സ്നേഹിതർ അവിശ്വസ്തതയും കാണിക്കാം കേട്ടോ. അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങൾ എത്ര സ്നേഹിതരെന്ന് പറഞ്ഞാലും പൂർണ്ണ ഹൃദയത്തോടെ എന്ത് ചെയ്യരുത്? അവരെൻ്റെ എല്ലാമാണെന്ന് പറഞ്ഞ് സ്നേഹിത ബന്ധം വരുത്തരുത്. മറന്നു പോരുത്. യേശുവിനോട് കൂടെ ഉണ്ടായിരുന്ന സ്നേഹ സർക്കിളിൻ്റെ അകത്തുണ്ടായിരുന്ന ഒരു ശിഷ്യനാണ്, അല്ലെ യൂദയാണ് യേശുവിനെ എന്ത് ചെയ്തത്? ഒറ്റുകൊടുത്തത് അല്ലേ. അപ്പം ഇതിലെന്തോ മനസ്സിലാക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഒരു ദൈവമക്കൾക്ക് മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഓരോരുത്തരും എന്ത് ചെയ്യേണ്ടതാണ്? ദൈവസ്നേഹത്തിൽ വളരേണ്ടവരാണ്, പണിയപ്പെടേണ്ടവരാണ്. ഹല്ലേലൂയ. അപ്പം അതുകൊണ്ട് നിങ്ങൾക്കൊരു നല്ല സ്നേഹിതനുണ്ടെന്ന് പറഞ്ഞാൽ ആ സ്നേഹിതൻ ആദ്യം എന്ത് ചെയ്യണം? നിങ്ങളോട് ഒരുമിച്ച് ദൈവവചനം കേട്ട് പഠിക്കുന്ന ഇടത്തോട്ട് കൊണ്ടുപോയി ഇരുത്തി പഠിക്കണം, അല്ലെങ്കിൽ ഒരുമിച്ചിരുന്ന് ദൈവവചനം വായിക്കണം, ദൈവവചന ഭാഗങ്ങൾ മനസ്സിലാക്കി കൊടുക്കണം. അപ്പം അങ്ങനെ വരുമ്പോൾ നമ്മൾ വ്യക്തിപരമായി ദൈവസ്നേഹത്താൽ സ്നേഹിക്കുന്നത് പോലെ ആ വ്യക്തിക്കും എന്ത് ചെയ്യാൻ പറ്റും? ദൈവസ്നേഹത്തിന് സ്നേഹിപ്പാനിടയായിത്തീരും കേട്ടോ. ഇനി ഈ കാര്യത്തിൽ മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സുഹൃത്ത് ബന്ധത്തിൻ്റെ സ്നേഹം കുറച്ചുകൂടെ അടുപ്പിച്ച് കൊണ്ടുവരുന്നതാണെന്ന് ഞാൻ പറയും. പക്ഷെ കൂടുതലല്ല, കുറച്ചുകൂടെ ഡിസ്റ്റൻസിൽ തന്നെയാണ്. പക്ഷെ എങ്കിലും നമ്മൾ കുറച്ചുകൂടെ ചേർന്ന് നിൽക്കുന്ന സുഹൃത്ത് ബന്ധങ്ങൾ എന്ന് പറയാം, ദൈവമക്കളുടെ ഇടയിൽ നിന്ന് എടുക്കുന്നവരാണ് എന്താണ് സുഹൃത്തുക്കൾ എന്ന് പറയുന്നത്. പക്ഷെ ഈ സുഹൃത്ത് ബന്ധത്തിൻ്റെ അകത്തും നിങ്ങളുടെ ഹൃദയം വിട്ടുകൊടുക്കാൻ ബൈബിളിൽ പറഞ്ഞിട്ടില്ല. ഹൃദയം ആർക്ക് മാത്രമേ കൊടുക്കാവൂ? യേശു കർത്താവിന് മാത്രമേ കൊടുക്കാവൂ. പൂർണ്ണ ഹൃദയത്തോട് ആശ്രയിക്കുന്നതും വിശ്വസിക്കുന്നതും പ്രത്യാശിക്കുന്നതും സ്നേഹിക്കുന്നതും ആരെടുത്ത് മാത്രമേ ആകാവൂ? കർത്താവായ യേശുവിനോട് മാത്രമേ ആകാവൂ കേട്ടോ. നിങ്ങളുടെ എല്ലാം എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാം ഷെയർ ചെയ്ത് പോയാൽ ഒരുപക്ഷെ എന്ത് ചെയ്യും? അവർ പാര വയ്ക്കാനും ഇടയായിത്തീരും. ബൈബിളിൽ അങ്ങനെ പറഞ്ഞിട്ടില്ല കേട്ടോ, അതൊന്ന് ശ്രദ്ധിച്ചോണേ. അപ്പോൾ ബൈബിളിൽ നിങ്ങൾ വായിക്കുന്ന അതിനുവേണ്ടി നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങളുടെ സ്നേഹബന്ധം എന്ന് പറയുമ്പോൾ നിങ്ങളൊരു വ്യക്തി സുഹൃത്തുക്കളെ വളർത്തിയെടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ദൈവമക്കളുടെ ഇടയിൽ നിന്ന് എന്ത് ചെയ്യുക? നല്ല സുഹൃത്തുക്കളെ ദൈവാത്മാവിൽ വിവേചിച്ച് എന്ത് ചെയ്യുക? തിരഞ്ഞെടുക്കുക. ദൈവമേ എൻ്റെ ജീവിതത്തിൽ നല്ല യഥാർത്ഥമായി ഹൃദയപൂർവ്വം സ്നേഹിക്കുന്ന, എൻ്റെ നന്മ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയെ സുഹൃത്തായി നൽകണമേ എന്ന് പ്രാർത്ഥിച്ചാൽ നിശ്ചയമായി ദൈവം നിങ്ങളുടെ ജീവിതത്തിൻ്റെ വഴിയിൽ ദൈവം നൽകി തരും കേട്ടോ. അത് നമുക്ക് പ്രയോജനകരമുണ്ടാകാം. ഹല്ലേലൂയ. ദൈവം അത് കൽപ്പിച്ചിട്ടുമുണ്ട് കേട്ടോ. പക്ഷെ ബൈബിളിൽ സങ്കീർത്തനങ്ങൾ 118 8-9 വാക്യം വേഗത്തിലൊന്ന് വായിച്ചു. 1-2 വാക്യങ്ങൾ വേഗത്തിൽ നോക്കി. സങ്കീർത്തനങ്ങൾ 118 8-9. ഹല്ലേലൂയ. സങ്കീർത്തനങ്ങൾ 118 8-9. മനുഷ്യനിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്നത് നല്ലത്, പ്രഭുക്കന്മാരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്നത് നല്ലത്. അപ്പോൾ ഇതില് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മനുഷ്യനിൽ എന്ത് പോകരുത്? നിങ്ങളുടെ ആശ്രയം പോകരുത്. ഇരമ്യാവ് 17:5 ഒന്ന് നോക്കിയ. ഇരമ്യാവ് 17:5. ഇരമ്യാവ് 17:5.
യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ആ. മനുഷ്യനിൽ ആശ്രയിച്ച് ജഡത്തെ തന്റെ ഭുജമാക്കി ഹൃദയം കൊണ്ട് യഹോവയെ വിട്ടുമാറുന്ന മനുഷ്യൻ ശപിക്കപ്പെട്ടവൻ. അത്രയേ ഉള്ളൂ. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മുഴുവൻ വിശ്വാസവും എൻ്റെ എല്ലാം എൻ്റെ ഈ സുഹൃത്തെന്ന് പറയാൻ നിങ്ങൾ ആരെയും ആക്കരുത്. മനസ്സിലായി? നിങ്ങളുടെ എല്ലാം എൻ്റെ എല്ലാം ഏറ്റവും വലിയ സുഹൃത്തെന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ആരെന്ന് പറയണം? യേശു കർത്താവാണെന്ന് പറയണം. അങ്ങനെ പറയാൻ കഴിയണം. ബാക്കിയുള്ളത് രണ്ടാം സ്ഥാനമേ എന്താകാവൂ? മറ്റുള്ള സ്നേഹബന്ധങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാം. മറ്റ് സ്നേഹത്തിൻ്റെ സർക്കിൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാം കേട്ടോ. പക്ഷെ ഒന്നാമത്തെ സ്നേഹം ആരുടെ? ഒന്നാമത് നമ്മുടെ പൂർണ്ണ ഹൃദയം വിട്ടുകൊടുത്തിരിക്കുന്നതും നമ്മുടെ പൂർണ്ണ ആശ്രയമുള്ളതും ആരിലെ ആകാവൂ? കർത്താവായ യേശുവിലെ ആകാവൂ. ശരി, ഞാനിത് ജസ്റ്റ് ഒന്ന് പറഞ്ഞിരുന്നു, കാരണം എങ്കിലേ അടുത്ത് ഞാൻ സ്നേഹത്തിൽ നിങ്ങളെ പണിയുന്ന വാക്യങ്ങൾ പറയുമ്പോൾ നിങ്ങൾക്ക് പ്രയോജനപ്പെടത്തുള്ളൂ കേട്ടോ. അതുകൊണ്ട് ഞാൻ ഈ കാര്യങ്ങൾ പോയിന്റുകൾ പറയുന്നത്. ശരി, നാലാമത്തെ സ്നേഹത്തിൻ്റെ ഒരു സർക്കിൾ ദൈവം നമുക്ക് നൽകിയിരിക്കുന്നതായ ഒരു സർക്കിളാണ് കുടുംബം എന്ന് പറയുന്നത്. മനസ്സിലായി? ഫാമിലി എന്ന് പറയുന്നത് കുടുംബം. അത് ദൈവത്തിൻ്റെ ഉടമ്പടിയാൽ എന്ത് ചെയ്തിരിക്കുകയാണ്? നമ്മളെ യോജിപ്പിച്ചിരിക്കുന്ന ഒന്നാണ്. ദൈവിക ഉടമ്പടിയാൽ ഒരുമിപ്പിച്ചിരിക്കുന്നതാണെന്ന് പറയുന്നത് കുടുംബജീവിതം എന്ന് പറയുന്നത്, ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ബന്ധം എന്ന് പറയുന്നത്. ഹല്ലേലൂയ. അപ്പൊ അത് മറ്റേത് ബന്ധത്തെക്കാളും നമ്മോട് ചേർന്ന് നിൽക്കുന്നതാണെന്ന് പറയുന്ന കുടുംബം എന്ന് പറയുന്നത് കേട്ടോ. ആ കാര്യം മറന്നു പോരുത്. അപ്പൊ അതിൻ്റെ നടുവിൽ എന്ത് ചെയ്യുക? ദൈവസ്നേഹത്തിൽ സ്നേഹിക്കുക, ഇടപെടുക, ക്ഷമിക്കുക എന്നൊക്കെയുള്ളത് നമ്മൾ അധികമായി പഠിക്കും. ഹല്ലേലൂയ. അല്ലെ, അതുകൊണ്ടാണ് ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത് എന്തുവാണ്? സ്വന്തം കുടുംബത്തെ പരിപാലിക്കാൻ അറിയാത്തവൻ അല്ലേ ദൈവസഭ എങ്ങനെ പരിപാലിക്കുന്നതെന്ന് ചോദ്യം ചോദിക്കുന്നുണ്ട്. അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യഥാർത്ഥത്തിൽ കുടുംബജീവിതത്തിൽ നിങ്ങൾ വന്നു കഴിഞ്ഞാൽ കുടുംബജീവിതം നമ്മെ എന്ത് ചെയ്യും? യഥാർത്ഥത്തിൽ ക്ഷമയെക്കുറിച്ചും സ്നേഹത്തെക്കുറിച്ചും സന്തോഷം എങ്ങനെ ക്രിയേറ്റ് ചെയ്യണം, എങ്ങനെ കുടുംബത്തിൻ്റെ അകത്ത് സന്തോഷം ഉണ്ടാക്കണം, എങ്ങനെ ഒരു ചിരി ഉണ്ടാക്കാം എന്നൊക്കെ നിങ്ങളുടെ കുടുംബത്തിൻ്റെ അകത്ത് എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങൾക്ക് പഠിക്കാനായിട്ട് പറ്റും. ഹല്ലേലൂയ. നിങ്ങൾ പറയുന്ന വാക്ക് ഏത് മുറിപ്പെടുത്തും, ഏത് നല്ലത്, ഏത് വാക്ക് പറഞ്ഞാൽ നല്ലതായിരിക്കും, ഏത് വാക്ക് പറഞ്ഞാൽ അവിടെ പ്രശ്നം ഉണ്ടാകും എന്നൊക്കെ നമ്മൾ കുടുംബജീവിതത്തിനകത്ത് ഒത്തിരി കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യും? ശരിയായി കുടുംബത്തെ പരിപാലിക്കാൻ നമ്മളെ ദൈവം പഠിപ്പിക്കും. അല്ലേ? അപ്പം അതുകൊണ്ട് കുടുംബം എന്ത് ചെയ്യാറുണ്ട്? നമ്മെ ദൈവത്തിൻ്റെ ഒരു പണിശാല പോലെയാണ്. പലപ്പോഴും ഒരു പണിശാല പോലെയാണ്. ഹല്ലേലൂയ. അപ്പം അതെന്ത് ചെയ്യാണ്? ദൈവം തൻ്റെ നിയമത്താൽ, അല്ലേ, ദൈവികമാകുന്ന ഉടമ്പടി, അതിന് പറയുന്ന ഉടമ്പടിയാൽ എന്ത് ചെയ്യുകയാണ്? ദൈവം ഉറപ്പിച്ച് നിർത്തുന്നതാണ് കുടുംബജീവിതം എന്ന് പറയുന്നത്. അത് നമ്മുടെ ജീവിതത്തിൻ്റെ സർക്കിളിൽ എന്ത് ചെയ്യാറുണ്ട്? വളരെ ക്ലോസ് ആയി, എന്നുവെച്ചാൽ ജീവിതത്തിൽ ഒരുമിച്ച് നിർത്തുന്നതായി നമ്മുടെ ജീവിതത്തിൽ എന്ത് ചെയ്യാറുണ്ട്? നിൽക്കാറുണ്ട്. പക്ഷെ അതേ സമയവും നമ്മുടെ ഹൃദയവും നമ്മുടെ പൂർണ്ണമായ ഒന്നാമത്തെ സ്നേഹം ആരെടുത്താണ്? യേശു കർത്താവിനോടാണ് എന്നുള്ള കാര്യം ദയവായി എന്ത് ചെയ്യുക. കാരണം യേശു കർത്താവാണ് എന്ത് ചെയ്തിരിക്കുന്നത്? രണ്ടുപേരെയും ഒരുമിപ്പിച്ചിരിക്കുന്നത്. അല്ലേ? കുടുംബജീവിതത്തിന് എന്ന് പറഞ്ഞാൽ യേശു കർത്താവാണ് എന്ത് ചെയ്തിരിക്കുന്നത്? അല്ലെ, ദൈവം യോജിപ്പിച്ചതിനെ എന്നാ പറഞ്ഞേക്കുന്നത്. അല്ലെ, ദൈവം യോജിപ്പിച്ചതിനെ മനുഷ്യൻ എന്ത് ചെയ്യരുത്? വേർപിരിക്കരുതെന്ന് പറയാം. അപ്പൊ ദൈവമാണ് അതിന്റെ നടുവിൽ നിൽക്കുന്നത്. അപ്പൊ ദൈവത്തെ കൂടാതെ എന്ത് ചെയ്യത്തില്ല? ഒന്നും നന്നായി മുന്നോട്ട് പോകത്തില്ല കേട്ടോ. നിങ്ങളിൽ പലരും ലെഫ്റ്റായി. ഞാൻ ഒരു പദം കൂടെ പറഞ്ഞതിന് ശേഷം നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാതെ ഇനി പറഞ്ഞതെല്ലാം ഇത് മനസ്സിലാക്കുക. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ സ്നേഹത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ ഈ കാര്യങ്ങൾ നിങ്ങൾ സ്നേഹത്തെക്കുറിച്ച് വിവേചിച്ച് മനസ്സിലാക്കി, എന്നാൽ അതേസമയം ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിറഞ്ഞവരായി എന്ത് ചെയ്യുക? സ്നേഹിക്കാൻ പഠിക്കുക. അപ്പോൾ അതേസമയം നിങ്ങളിൽ ദൈവസ്നേഹത്താൽ എന്നെ സ്നേഹിക്കുന്നില്ല എന്ന് കാണുന്ന വ്യക്തികളെ നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾ അവരെ വെറുക്കുകയോ പകയ്ക്കുകയോ അല്ല ചെയ്യേണ്ടത്. നിങ്ങൾ അവർക്ക് വേണ്ടി എന്ത് ചെയ്യുക? പ്രാർത്ഥിക്കുക. അതല്ലേ, അത് യേശു കർത്താവ് പറഞ്ഞ നല്ലൊരു മാധ്യമമാണ്. അല്ലേ? നമ്മൾ എന്ത് ചെയ്യുക? പ്രാർത്ഥിക്കുക. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. അങ്ങനെയാണെങ്കിൽ നിശ്ചയമായി നിങ്ങളുടെ ജീവിതത്തിൽ എന്ത് ചെയ്യുക? ദൈവസ്നേഹത്തിൽ നിറയപ്പെടുക. ക്രിസ്തു നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങൾ സ്നേഹിക്കാൻ പഠിക്കുന്ന സമയത്ത് തന്നെ മറ്റുള്ളവരുടെ ജീവിതത്തിലും എന്ത് ചെയ്യും? അത് ദൈവീകമാകുന്ന മാറ്റം ഉണ്ടാക്കുവാൻ ഇടയായി തീരും. നിങ്ങൾ ദൈവവചനത്തിൽ നിൽക്കുന്നവരായി അനേകരെ ദൈവവചനത്തിൽ നയിപ്പാൻ, ദൈവവചനത്താൽ പണിതെടുക്കാൻ ദൈവം നിങ്ങളെ ബലപ്പെടുത്തുവാനിടയായി തീരും. ശരി, നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിച്ച് എന്താ ബൈബിൾ ക്ലാസ് സ്റ്റോപ്പ് ചെയ്യുന്നൊരല്പം കൂടിപ്പോയെന്ന് എനിക്കറിയാം. പക്ഷേ എങ്കിലും ഈ ഒരു കാര്യം കംപ്ലീറ്റ് ചെയ്യണമെന്ന് വിചാരിച്ചത് കൊണ്ടാണ് നിങ്ങൾക്ക് അല്പനേരം കൂടെ ഒന്ന് ആയിപ്പോയത്. പക്ഷെ ഒരുമിച്ച് നമുക്കൊരു വാക്ക് പ്രാർത്ഥിക്കാം. ആ സമയം ദൈവത്തിൻ്റെ കരം നിങ്ങളുടെ ജീവിതത്തെ തൊട്ട് നിങ്ങളെ ബലപ്പെടുത്തി ദൈവസ്നേഹത്തിൽ നടക്കാൻ
ദൈവം നിങ്ങളെ എന്ത് ചെയ്യട്ടെ? പഠിപ്പിക്കട്ടെ. നമ്മുടെ ജീവിതത്തിൽ നമ്മളത് പഠിക്കുന്നതാണ്, മനസ്സിലാക്കുന്നതാണ്. അതിനായി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ എന്ത് ചെയ്യട്ടെ? സഹായിക്കട്ടെ. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ദൈവമേ, സ്വർഗീയ നല്ല കർത്താവെ, അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല സമയത്തിനായി സ്തോത്രം. ഈ സമയം കർത്താവെ, ദൈവത്തിൻ്റെ വചനം പഠിക്കുന്ന കർത്താവെ ഓരോരുത്തരെയും ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന അപ്പ, ഞങ്ങൾ കേട്ട ദൈവവചന സന്ദേശത്തിൻ്റെ അകത്തു നിന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഞങ്ങളുടെ ഉള്ളത്തിൽ അങ്ങയുടെ സ്നേഹത്താൽ ഞങ്ങളെ നിറയ്ക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ ഞങ്ങൾ നിറയപ്പെടട്ടപ്പ. ഹല്ലേലൂയ. ദൈവസ്നേഹത്തിൽ നടക്കാൻ, ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിറയപ്പെട്ടവരായി നടക്കാൻ കർത്താവെ അങ്ങ് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങ് പറഞ്ഞതുപോലെ കർത്താവെ, അങ്ങയുടെ കൽപ്പനയാകുന്ന ദൈവസ്നേഹത്തിൽ നടക്കാൻ പരിശുദ്ധാത്മാവ് ഞങ്ങളെ പഠിപ്പിച്ചാലും പരിശുദ്ധാത്മാവെ വിവേചിച്ച് മുന്നോട്ട് പോകുവാൻ കർത്താവ് എവിടെയൊക്കെ എങ്ങനെയൊക്കെയാണോ ഞങ്ങൾ ഈ ഭൂമിയിൽ നടക്കേണ്ടത്, എങ്ങനെ ഞങ്ങൾ ജീവിക്കണമെന്ന് അങ്ങ് ആഗ്രഹിക്കുന്നുവോ അതിന് തക്കവണ്ണം തന്നെ നടക്കാനും പ്രവർത്തിപ്പാനും പരിശുദ്ധാത്മാവ് എല്ലാവരെയും സഹായിച്ചാലുമെന്ന് പ്രാർത്ഥിക്കുന്നു. ഉൾത്തടങ്ങളിൽ കർത്താവെ ഒരിക്കലും അഴുക്കുകളോ അശുദ്ധികളോ ദൈവമേ ഭിന്നതകൾ, ഇടർച്ചകൾ, കയ്പ്, പക, വിദ്വേഷം ഒന്നും ഹൃദയത്തിൽ തളം കെട്ടാൻ ഇടവരരുതേ എന്ന് യേശുവിൻ നാമത്തിൽ അപേക്ഷിക്കുക. ഞങ്ങളുടെ ഉള്ളത്തെ വിശുദ്ധീകരിക്കണേ അപ്പ. ദൈവസ്നേഹത്തിൽ ഞങ്ങളെ പണിയണമേ. ദൈവസ്നേഹത്തിൽ നടക്കാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. പരിശുദ്ധാത്മാവ് പൂർണ്ണ നിയന്ത്രണം ഏറ്റെടുക്കുന്നതിനായി സ്തോത്രം. ഹല്ലേലൂയ. ഒരിക്കൽ കൂടെ ഇത് ബൈബിൾ ക്ലാസ്സിൽ പങ്കെടുത്തവരെയും ഇന്ന് പങ്കെടുക്കാൻ കഴിയാത്ത എല്ലാവരെയും ഒരിക്കൽ കൂടെ അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. എല്ലാവരുടെ മേലും അങ്ങയുടെ കരം വെച്ച് അങ്ങ് അനുഗ്രഹിച്ചാലും യേശു ക്രിസ്തുവിൻ നാമത്തിൽ എല്ലാവരും അനുഗ്രഹിക്കപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. പ്രാർത്ഥന കേൾക്കുന്നതിനായി നന്ദി. യേശു ക്രിസ്തുവിൻ്റെ വിലയേറിയ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. ശരി, കർത്താവ് നിങ്ങളെ അവരെ സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ.